സർവസംശയഛേത്താരം സച്ചിദാനന്ദവിഗ്രഹം സദാ സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണം പദ്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. എല്ലാവർക്കും എൻ്റെ പ്രണാമം. കേൾക്കുന്നുണ്ടോ? പുറകിലിരിക്കുന്നവർക്ക് കേൾക്കാം. നമുക്കിന്ന് വായിക്കാനുള്ളത് 79ാമത്തെ പദ്യമാണ്. മാറ്റ് പലവകയാം പൊന്നോട വൈപ്പാൻ പോൽ തേറ്റി ശിവാഗമത്താർ ശെപ്പുകിനും ഏത്ര പരിഭാഗത്താലേ പഴുപ്പാം പലവും ഒരു ഭാഗം അൻരെன்று ഉണർ. മാറ്റ് പലവകയാം. മാറ്റ് നമ്മുടെ മലയാളത്തിലെ മാറ്റ് തന്നെ. സ്വർണത്തിന്റെ മാറ്റ് എന്ന് പറഞ്ഞാൽ ശുദ്ധി. അത് പലതരത്തിലാണെന്ന്. 20 കാരറ്റ്, 22 കാരറ്റ്, 24 കാരറ്റ്. പ്യുവർ ഗോൾഡ് എന്ന് പറയുന്നത് 24 കാരറ്റാണ്. സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കാൻ അല്പം ചെമ്പ് ചേർത്തിട്ടാണ് ആ സ്വർണത്തെ ഉപയോഗിക്കുക. അത് 22 കാരറ്റാണ്. കുറച്ചുകൂടെ ചെമ്പ് ചേർന്നാൽ ആ കാരറ്റിന്റെ നിലവാരം കുറയും. 20 കാരറ്റ് എന്നൊക്കെ പറഞ്ഞു വരും. അപ്പോൾ മാറ്റ് എന്ന് പറയുന്നത്, സ്വർണത്തിന്റെ മാറ്റ് എന്ന് പറയുന്നത് പല പ്രകാരത്തിലാണ്. മാറ്റ് പലവകയാം പൊൻ. പൊൻ സ്വർണം പലതരത്തിലാണ് അതിൻ്റെ ശുദ്ധിയെ ആശ്രയിച്ച്. ഓടവയ്പാൻ പോൽ, ഈ സ്വർണത്തെ ഓടിക്കുന്നവൻ ആരാ? ഈ സ്വർണത്തെ ഓടിക്കുന്നവൻ, സ്വർണത്തെ ഉരുക്കുന്നവൻ ആണ് സ്വർണത്തെ ഓടിക്കുക. ഉരുകി സ്വർണം ഇങ്ങനെ ഒഴുകില്ലേ? അപ്പോൾ ഓടവയ്പാൻ എന്ന് പറഞ്ഞാൽ ഈ സ്വർണത്തെ മൂശയിലിട്ട് ഉരുക്കുന്ന സ്വർണപ്പണിക്കാരൻ എന്നർത്ഥം. മാറ്റ് പലവകയാം പൊൻ ഓടവയ്പാൻ പോൽ. ആരാണ് ഈ സ്വർണപ്പണിക്കാരൻ? ഇയാള് സ്വർണത്തെ അല്ലെങ്കിൽ കൊണ്ടുവരുന്ന സ്വർണ്ണാഭരണങ്ങളെ മൂശയിൽ വെച്ച് ഉരുക്കി അതിലുള്ള മാലിന്യങ്ങളൊക്കെ നീക്കി ശുദ്ധമാക്കി കൊടുക്കും. ഇതാണ് അദ്ദേഹം ചെയ്യുന്നത്. അതുപോലെ തേറ്റി ശിവാഗമത്താർ ശെപ്പുകിനും, തേറ്റി ശിവാഗമത്താൽ തേറ്റി എന്നർത്ഥം എടുക്കണം. ശിവാഗമം എന്ന് പറഞ്ഞാൽ ശൈവ സിദ്ധാന്ത ഗ്രന്ഥങ്ങൾ എന്നർത്ഥം. ശൈവ സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തി രചിക്കപ്പെട്ടതാണല്ലോ ഈ ഒഴിവിലൊടുക്കം എന്നുള്ള കൃതി. ആ ശിവാഗമങ്ങളാൽ തേറ്റി എന്ന് പറഞ്ഞാൽ ശൈവ സിദ്ധാന്തങ്ങളെ വേണ്ടവണ്ണം ഉപദേശിച്ച് ശെപ്പുകിനും. ശെപ്പ് എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ചെപ്പല്ല, തെലുങ്കന്മാർ ചെപ്പ് 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 എന്ന് പറഞ്ഞാൽ പറയൂ ചൊല്ലു എന്നാണ് അർത്ഥം. അതിനെ തന്നെയാണ് ഇവിടെ എഴുതിക്കുന്നത്. ശെപ്പുകിനും എന്ന് പറഞ്ഞാൽ ചൊല്ലിയാലും, ഈ ശൈവാഗമ സിദ്ധാന്തങ്ങളെ നല്ല പോലെ ഉപദേശിച്ചാലും ഏത്ര പരിപാഹത്താലേ പഴുപ്പാം പലവും. ഏത്ര പരിപാകം എന്ന് പറഞ്ഞാൽ അവരവരുടെ മനസ്സിന്റെ ശുദ്ധി, ബുദ്ധിയുടെ സൂക്ഷ്മത, ഇതനുസരിച്ച് മാത്രമേ ഈ പറയപ്പെടുന്ന ഉപദേശിക്കപ്പെടുന്ന കാര്യങ്ങൾ ശ്രോതാവിന്റെ അല്ലെങ്കിൽ ശിഷ്യന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലൂ. ഒരേ കാര്യമാണ് ഗുരു ഉപദേശിക്കുന്നതെങ്കിലും പല വിധത്തിലുള്ള സാധകന്മാർ അവരുടെ ബുദ്ധിയുടെയും മനസ്സിന്റെയും പാകതയ്ക്കനുസരിച്ചാണ് അതിനെ മനസ്സിലാക്കുന്നത്. അപ്പൊ എല്ലാവരും ഒരുപോലെ മനസ്സിലാക്കുന്നു എന്ന് കരുതരുത്. ഏത്ര പരിഭാഗത്താലേ അവരവർക്കുണ്ടായ പരിപക്വത, ചിത്തശുദ്ധി, ബുദ്ധിയുടെ നൈർമല്യം, അതിനനുസരിച്ചാണ് പഴുപ്പാം പലവും. പഴുപ്പ് എന്ന് പറഞ്ഞാൽ പഴുക്കൽ, പാകത എന്നർത്ഥം. ആ പാകതയ്ക്കനുസരിച്ചാണ് ഈ ഉപദേശത്തിന്റെ പ്രയോജനം. ശിഷ്യ മനസ്സിന്റെ ബുദ്ധിയുടെ പാകതയ്ക്കനുസരിച്ചിരിക്കും ഈ ഉപദേശം പ്രയോജനപ്പെടുക. നല്ല ചിത്തശുദ്ധിയുള്ള ശിഷ്യനാണെങ്കിൽ അത് വളരെയേറെ പ്രയോജനം ചെയ്യും. ഒരുപാടൊന്നും ഉപദേശിക്കേണ്ടി വരില്ല. പാകത കുറഞ്ഞ ശിഷ്യന്മാർക്ക് ആവർത്തിച്ച് ഉപദേശിക്കേണ്ടി വരും. പഴുപ്പാം പലവും, പലതരത്തിലുള്ള പാകതയാണ് ശിഷ്യന്മാരിൽ കാണപ്പെടുന്നത്. ഒരു ഭാഗം അൻറ് ഉണർ. എല്ലാ ശിഷ്യന്മാരും ഒരേ പാകതയുള്ളവരല്ല എന്നറിഞ്ഞോളൂ. എല്ലാവരും ഒരുപോലെയല്ല മനസ്സിലാക്കുന്നതിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്തുകൊണ്ടുണ്ടാകുന്നു? ശിഷ്യന്റെ അല്ലെങ്കിൽ ശ്രോതാവിന്റെ ബുദ്ധിയുടെ പാകതയ്ക്കനുസരിച്ചാണ് ഈ ഗ്രഹിക്കുന്നതിൽ, ആ ഗ്രഹണത്തിൽ വ്യത്യാസം ഉണ്ടാവുന്നത്.
ഒരാൾ പറയും ഒന്ന് വളരെ ഗംഭീരമായിരുന്നു, വളരെ സൂക്ഷ്മമായ കാര്യങ്ങളാണ് പറഞ്ഞതെന്ന്. അപ്പുറത്തുള്ള ആൾ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ. അതെന്തേ? ഒരാൾക്ക് വ്യക്തമാകാനും വേറൊരാൾക്ക് വ്യക്തമാകാതിരിക്കാനും കാരണമെന്ന് ചോദിച്ചാൽ ആ ഗ്രഹിക്കുന്ന ശിഷ്യബുദ്ധിയുടെ പാകതയിലുള്ള വ്യത്യാസം. എല്ലാവർക്കും ഒരേ പാകമാണ് അല്ല എന്ന് ഉണരൂ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കൂ. ഏറിയും കുറഞ്ഞും മാറ്റുള്ള സ്വർണ്ണ കഷണങ്ങൾ ഒരു ഉലയിൽ വെച്ച് പത്തരമാറ്റ് തങ്കമാക്കി മാറ്റാൻ പൊൻപണിക്കാരൻ ഊതുന്നു. ഈ ഊതിയാണ് സ്വർണത്തെ ഉരുക്കുന്നത്. നല്ല ഊഷ്മാവ് വേണം. ആ മൂശയിലിട്ട്, മൂശ അല്ലെങ്കിൽ ഉല, ശരിക്കും ഈ ഉല എന്നുള്ളത് ആ കൊല്ലൻ്റെ ആലയിലാണ് ഈ ഉല എന്ന് പറയുന്നത്. പിന്നെ സ്വർണ്ണപ്പണിക്കാര് ഈ സ്വർണം ഉരുക്കാൻ ഉപയോഗിക്കുന്നത് മൂശ എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇവിടെ അത് ഉരുക്കാനുള്ള ഒരു ഉപകരണം എന്നുള്ള രീതിയിൽ ഉല എന്നുള്ള പദം പ്രയോഗിച്ചിരിക്കുന്നു. അങ്ങനെ ഊതിയെടുക്കുമ്പോൾ എല്ലാ കഷണങ്ങളും പത്തരമാറ്റായി മാറിക്കിട്ടുകയില്ലല്ലോ. പലതരത്തിൽ ശുദ്ധിയുള്ള സ്വർണ്ണ കഷണങ്ങളാണ് അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങളാണ് ഒരു സ്വർണ്ണപ്പണിക്കാരൻ്റെ കയ്യിൽ എത്തിച്ചേരുന്നത്. അയാൾ അതിനെ ഉരുക്കി കഴിഞ്ഞാൽ എല്ലാം പത്തരമാറ്റ് തങ്കമായി തീരും എന്ന് പറയാൻ നിവൃത്തിയില്ല. അതെന്തുകൊണ്ട്? ആ സ്വർണത്തിൽ തന്നെയുള്ള അശുദ്ധി അതിലുണ്ടാവും. അത് ഉരുകിയാലും പുറത്തുള്ള അഴുക്കോ മാലിന്യങ്ങളോ ഒക്കെ മാത്രമേ നീക്കാൻ പറ്റൂ. ആ സ്വർണത്തിൽ എത്ര കണ്ട് ചെമ്പ് ചേർന്നിട്ടുണ്ടോ ആ ചെമ്പിന്റെ അനുപാതത്തെ മാറ്റാൻ ഈ സ്വർണ്ണപ്പണിക്കാരന് സാധ്യമല്ല. ഖരരൂപത്തിലുള്ള ആഭരണം ദ്രവരൂപത്തിൽ ഇങ്ങനെ ഒഴുകിത്തുടങ്ങും, അത്രയേ ഉള്ളൂ. അതായത് ഒരു പരിധിക്ക് അപ്പുറം ഒരു ഗുരുവിനും ശിഷ്യനെ പാകപ്പെടുത്താൻ പറ്റില്ല എന്നർത്ഥം. അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്, ഒരു സീമ, പരിധിയുണ്ട്. അതിനപ്പുറം ഉപദേശം കൊണ്ട് ശിഷ്യനെ അങ്ങോട്ട് ബ്രഹ്മജ്ഞാനിയാക്കി കളയാം എന്ന് ആരും വ്യാമോഹിക്കണ്ട. ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ട്, ഒക്കെ ശരി തന്നെ. പക്ഷേ ഈ ആത്മജ്ഞാനത്തിന്റെ കാര്യത്തിൽ യോഗവാസിഷ്ഠർ പറയുന്നത് ആത്മജ്ഞാനം നേടുന്ന കാര്യത്തിൽ ശിഷ്യപ്രജ്ഞൈവ കാരണം എന്നാണ്. ശിഷ്യന്റെ പ്രജ്ഞ, ആ ബുദ്ധിയുടെ പാകതയാണ് ആത്മജ്ഞാനത്തെ ശരിക്കും സാധിപ്പിച്ചു തരുന്നത്. ഏറ്റവും ഉയർന്ന മാറ്റുള്ള കഷണങ്ങൾ മാത്രമല്ലേ തങ്കമാവുകയുള്ളൂ. തങ്കം എന്ന് പറഞ്ഞാൽ പ്യുവർ ഗോൾഡ്. അതിനെയാണ് അയാൾ തങ്കപ്പെട്ട മനുഷ്യനാണ്, തങ്കപ്പൻ എന്നൊക്കെ പേരിടുന്നത് അങ്ങനെയാണ്. അത്ര കണ്ട് ശുദ്ധമായവൻ, നല്ല മനസ്സുള്ളവൻ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ഏറ്റവും ഉയർന്ന മാറ്റുള്ള കഷണങ്ങൾ മാത്രമല്ലേ തങ്കമാവുകയുള്ളൂ. ആയതുപോലെ പലതരം പക്വതയുള്ള ശിഷ്യന്മാർക്ക് ഗുരുവര്യൻ ശിവാഗമ തത്വോപദേശങ്ങളെ നൽകിയിരുന്നാലും തീവ്രതര പക്വന് മാത്രമേ ഉടൻ ജ്ഞാനം ലഭിക്കുന്നുള്ളൂ. മന്ദതരം, മന്ദം, തീവ്രം, തീവ്രതരം, ഇങ്ങനെ 4 തരമാണ് ശിഷ്യ മനസ്സുകളുടെ പാകത. അതിൽ ഏറ്റവും ശ്രേഷ്ഠൻ തീവ്രതര പക്വനാണ്. ആ തീവ്രതര പക്വന് ഈ തത്വജ്ഞാനം ശ്രവിക്കുന്ന മാത്രത്തിൽ സത്യം ഉള്ളിൽ തെളിയുന്നതാണ്. മറ്റു പക്വന്മാർക്ക് ജ്ഞാനം കാലാന്തരത്തിലുള്ള വിവിധ ഉപദേശങ്ങളാൽ മാത്രമേ ലഭിക്കാനിടയുള്ളൂ. മറ്റുള്ളവർക്ക് പല വീക്ഷണ കോണുകളിലൂടെയും ഒരേ സത്യത്തെ പറഞ്ഞു കേൾപ്പിക്കേണ്ടതായി വരും. അത് ഗുരുവിനൊരു വലിയ ചുമതലയാണ്. ഏത് രീതിയിൽ പറഞ്ഞാൽ ഇവന് മനസ്സിലാവും. അപ്പോൾ പല വീക്ഷണ കോണുകളിലൂടെയും ആ സത്യത്തെ അവതരിപ്പിച്ച് എങ്ങനെയെങ്കിലും ശിഷ്യനെ കൊണ്ട് ഗ്രഹിപ്പിക്കുകയാണ് ആചാര്യൻ ചെയ്യുന്നത്. തീവ്രതര പക്വന് അതിൻ്റെ ആവശ്യമില്ല. ഒന്ന് കേട്ടാൽ മതി, അല്ലെങ്കിൽ വലിയ വിശദീകരണമൊന്നും ആവശ്യമില്ലാതെ തന്നെ സത്യം ശിഷ്യൻ ഗ്രഹിക്കും എന്നാണ്. ഇങ്ങനെ ആചാര്യനെ സമീപിച്ച് അനുഗ്രഹം വാങ്ങിയാലും ശിഷ്യരുടെ പക്വതാവിശേഷം അനുസരിച്ച് അവർക്ക് ജ്ഞാനം ലഭിക്കുന്നുള്ളൂ എന്നും ധരിക്കേണ്ടതാണ്. അന്തിമമായി ഈ സാധകന്റെ ബുദ്ധിയാണ് ഈ ആത്മജ്ഞാനത്തിൽ സഹായകമായി തീരുന്നത്. ഗുരുവിന്റെ ഉപദേശം അതിന് പ്രാധാന്യമുണ്ട്, അതിനെ നമ്മൾ കുറച്ച് കാണണ്ട. എന്നാലും ശിഷ്യന്റെ പാകത, ഗ്രഹണശക്തി, സൂക്ഷ്മമായ കാര്യങ്ങളെ വിശകലനം ചെയ്ത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടല്ലോ, അതാണ് ആത്മജ്ഞാനത്തിൽ ഏറ്റവും പ്രധാനം. ഇനി അടുത്ത പദ്യത്തിലേക്ക് കിടക്കാം. കല്ലൈ ഉരുവാക്കും കഴറ്റിയിലെ ഇൽവാഴ്ക്കൈ ശില്ല നീർ പോലെ തെളിந்து വരും തൊല്ലുലകം കാണ്ട്ര ഷോറാകും കദളിത്തണ്ടൈ കനലിൽ ഊன்றൽ പോൻ ജ്ഞാനമുദിക്കും. കല്ലൈ ഉരുവാക്കും കഴറ്റിയിലെ, കഴറ്റി എന്ന് പറഞ്ഞാൽ കൽപ്രതിമ ഉണ്ടാക്കാനുള്ള ആ ഉപകരണം. ഉളിയോ പൊട്ടുപൊടിയോ, ഉളിയല്ല, ഉളി മരത്തിലാണ്. ഇത് കല്ലുളി ഉണ്ടല്ലോ, കല്ലുളിയുണ്ട്, കല്ല് കൊത്തി ഷേപ്പ് വരുത്താനുള്ള. ആ കല്ലിനെ ഉരുവാക്കുന്ന എന്ന് പറഞ്ഞാൽ കല്ലിൽ രൂപം കൊത്തിയെടുക്കാൻ സഹായിക്കുന്ന കഴറ്റിയിലെ അനാവശ്യമായിട്ടുള്ള
ശിലാഭാഗങ്ങളെ നീക്കം ചെയ്താണ് ഒരു ശില്പം ഉണ്ടാക്കുന്നത്. ഒരു ശില്പി ചെയ്യുന്നത് നമ്മൾ എന്താ പറയുന്നത്, അദ്ദേഹം ശില്പം നിർമ്മിക്കുന്നു എന്നാണ്. ശില്പത്തിന്റെ ആകൃതിയിലുള്ളതിൽ കവിഞ്ഞുള്ള കല്ലിന്റെ ഭാഗത്തെ അയാൾ കൊത്തിക്കളയുന്നു, അതേ ചെയ്യുന്നുള്ളൂ. ഒരു കല്ലെടുത്തു, ആ കല്ലിനകത്ത് ശില്പമുണ്ട്. ആ ശില്പത്തിന് എന്തുമാത്രം ആവശ്യമുണ്ടോ അതിൽ എക്സ്ട്രാ വരുന്ന കല്ലിനെ കൊത്തിക്കളഞ്ഞാൽ ബാക്കിയുള്ള കല്ല് ശില്പം എന്ന പേരിൽ അറിയപ്പെടും. ശരിക്കും ശില്പം ഉണ്ടാക്കിയല്ല, ശില്പമല്ലാത്ത ശിലയുടെ ഭാഗത്തെ കൊത്തിക്കളയുന്നു. അതാണല്ലോ ഒരു ശില്പി ചെയ്യുന്നത്. സ്വർണ്ണപ്പണിക്കാരൻ ആഭരണം ഉണ്ടാക്കുന്നത് ഇതുപോലെ തന്നെ. അവിടെയെങ്കിലും പിന്നെ സ്വർണത്തിനെ മൂശയിലിട്ടുരുക്കി അതിനെ ഷേപ്പ് ചെയ്യുന്നു. ഇവിടെ എക്സ്ട്രാ ഉള്ള കല്ലിനെ കൊത്തിക്കളയുക മാത്രമേ ചെയ്യുന്നുള്ളൂ. കല്ലൈ ഉരുവാക്കും കഴറ്റിയിലെ ഒരു പ്രതിമയുണ്ടാക്കുമ്പോ പ്രതിമയല്ലാത്ത ഭാഗത്തെ ശിലാഭാഗങ്ങളെ ഒരു ശില്പി നീക്കം ചെയ്യുന്നത് പോലെ ഇൽവാഴ്ക്കൈ ഇല്ലറം എന്നൊക്കെ പറഞ്ഞാൽ ഗൃഹസ്ഥാശ്രമ ധർമ്മം. കുടുംബവും കുട്ടികളുമായിട്ടൊക്കെ ജീവിക്കുന്നില്ലേ, അതും ആശ്രമം തന്നെയാണ്. നമ്മൾ എല്ലാറ്റിനും ആശ്രമം എന്നാണ് പേര്. ബ്രഹ്മചര്യ ആശ്രമം, ഗൃഹസ്ഥ ആശ്രമം, വാനപ്രസ്ഥ ആശ്രമം, സന്യാസ ആശ്രമം. പക്ഷെ നമ്മൾ സന്യാസിമാരുടെ വാസസ്ഥാനങ്ങൾ മാത്രമാണ് ആശ്രമം എന്ന് പറയുന്നത്. നമ്മുടെ വീടും ആശ്രമമാണ്. കാരണം എല്ലാറ്റിനും യോജിക്കും ഈ ആശ്രമം എന്നുള്ളത്. ഇൽവാഴ്ക്കൈ ഗൃഹസ്ഥ ജീവിതത്തിന്റെ യഥാർത്ഥ സ്വഭാവം. ഒരു ബ്രഹ്മചാരി എന്തിനാ വിവാഹം കഴിക്കുന്നത്? ഞാൻ ഒറ്റയ്ക്കിരുന്നാ പോലെ, നമുക്കൊരു കുടുംബമൊക്കെ വേണ്ടേ അല്ലേ? ഭാര്യ, കുട്ടികൾ, പേരക്കുട്ടികൾ, ആ ബന്ധുവൃന്ദം വർദ്ധിക്കണമല്ലോ, കൂടുതൽ ബന്ധുക്കൾ. അങ്ങനെയാണല്ലോ ഒരാൾ വിവാഹ ജീവിതത്തെ ആശ്രയിക്കുന്നത്. ഈ വിവാഹ ജീവിതത്തിന്റെ യഥാർത്ഥ സ്വഭാവം ശില്ലനീർ പോലെ തെളിந்து വരും. ശില്ലനീർ എന്ന് പറഞ്ഞാൽ ശില്ലം നീർ പോലെ. തേറ്റാമ്പരൽ എന്നൊരു കായുണ്ടല്ലോ, കലക്ക വെള്ളത്തില് ഇതങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് ആ വെള്ളത്തിലുള്ള ചെളിയും മാലിന്യങ്ങളെ ഒക്കെ എടുത്തുകൊണ്ട് ഇത് ആ പാത്രത്തിന്റെ അടിയിൽ താഴും. മുകളിൽ നല്ല തെളിഞ്ഞ ജലം കിട്ടും. ഇതൊരു വലിയ വൃക്ഷമാണ് ഈ തേറ്റാമ്പരൽ എന്ന് പറയുന്നത്. ചെറിയ സസ്യമല്ല, മരമാണ്. അതിനെയാണ് ഈ ശില്ലം എന്ന് പറയുന്നത്. തേറ്റാമ്പരൽ കലക്കവെള്ളമുള്ള പാത്രത്തിലിട്ടാൽ അതിലുള്ള മാലിന്യങ്ങളൊക്കെ പാത്രത്തിന്റെ അടിഭാഗത്ത് അടിയുകയും വെള്ളം മുകളിലേക്ക് തെളിയുകയും ചെയ്യുന്നത് പോലെ ഗൃഹസ്ഥാശ്രമത്തിന്റെ യഥാർത്ഥ സ്വഭാവം കാലം കൊണ്ട് തെളിയും എന്നാണ്. കാലപ്പഴക്കം വേണം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നുകൊണ്ട് എത്രത്തോളം ആധ്യാത്മിക പുരോഗതി കൈവരാം എന്നുള്ളത് ജീവിച്ച് നോക്കുമ്പോഴേ അറിയാൻ പറ്റൂ എന്നാണ്. പൊട്ടാണ് വാസ്തവത്തിൽ. ഈ ആത്മജ്ഞാനം ബുദ്ധിയെ, മനസ്സിനെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്. പുറമേ ഉള്ളതൊന്നും അതിന് തടസ്സമല്ല. പക്ഷേ മനുഷ്യൻ ദേഹത്തിൽ അഭിമാനമുള്ളവനും കുടുംബം, കുട്ടികൾ തുടങ്ങിയവയിൽ മമതയുള്ളവനുമാണ്. അപ്പൊ അവന് ഈ അഹന്തയും മമതയും ഒക്കെ വിട്ട് താൻ ശരീരമല്ല, തൻ്റെ ബന്ധുക്കളും ശരീരങ്ങളല്ല എന്ന് വിചാരിച്ച് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആത്മതത്വത്തെ സാക്ഷാത്കരിക്കാൻ സമയം പിടിക്കും എന്നാണ്. ഇപ്പൊ നിങ്ങളാരും വിഷമിക്കേണ്ട, അയ്യോ ഞങ്ങളൊക്കെ കല്യാണം കഴിച്ചു പോയല്ലോ എന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, ഒന്നിനും തടസ്സമല്ല നിങ്ങൾ നേരെ ഇരുന്നാൽ. എന്താണ്? ഒന്നിനും തടസ്സമല്ല നമ്മൾ നേരെ ഇരുന്നാൽ. നമ്മുടെ ബുദ്ധി, മനസ്സ് ശരിയായ ദിശയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ യാതൊന്നും തടസ്സമല്ല. ബാലകൃഷ്ണൻ നായർ സാറ് ബ്രഹ്മചാരിയായിരുന്നു, ഗൃഹസ്ഥനായിരുന്നു. ജനകൻ, വേദവ്യാസൻ, അദ്ദേഹത്തിന്റെ മകൻ ബ്രഹ്മചാരിയായിരുന്നിട്ട് നേരിട്ട് സന്യാസാശ്രമത്തിലേക്ക് കടന്നയാളാണ്. അതൊക്കെ ശരി. പക്ഷെ ഭൂരിഭാഗം ഋഷികളും ഗൃഹസ്ഥന്മാരായിരുന്നു. അതുകൊണ്ട് വിഷമിക്കാൻ വകയില്ലെന്ന്. എന്നാലും അത് നല്ല ട്രാഫിക്കുള്ള ഒരു സ്ഥലത്തുകൂടെ വണ്ടി ഓടിക്കുന്നത് പോലെയാണ് എന്നാണ്. വിജനമായ വീഥികളിലൂടെ വണ്ടി ഓടിക്കുന്നതും ധാരാളം ഗതാഗത കുരുക്കുകളുള്ള മാർഗത്തിലൂടെ വണ്ടി ഓടിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ ഇല്ലയോ? പക്ഷേ നിങ്ങൾ ഒരു വിദഗ്ധനായ ഡ്രൈവർ ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഗതാഗത കുരുക്കിലൂടെയും ആക്സിഡന്റ് കൂടാതെ വണ്ടി ഓടിച്ച് ലക്ഷ്യസ്ഥാനത്തെത്താൻ പറ്റും. നിങ്ങളുടെ വണ്ടി ഓടിക്കാനുള്ള കഴിവിനെ ആശ്രയിച്ചിരിക്കും ലക്ഷ്യസ്ഥാനത്തെത്തുക എന്നുള്ളത്. അത് തന്നെയാണ് ഈ അധ്യാത്മ മാർഗത്തിലും അത് തന്നെയാണ്. മുമ്പിലും പുറകിലും വണ്ടി വന്ന് നിന്നു, ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ വിദഗ്ധനായ ഒരു ഡ്രൈവർ ആ ഗ്യാപ്പിന്റെ ഇടയ്ക്കൂടെ എടുത്ത് മുമ്പിൽ പോയി കളയും. മറ്റേയാളെന്താ? ബസ്സിന്റെ പുറകിൽ വെച്ച് പിടിക്കും. സാധാരണക്കാരൻ ആദ്യമൊക്കെ വണ്ടി പഠിച്ചയാള് ഓവർടേക്ക് ചെയ്യാൻ അയാൾക്ക് ഭയമായിരിക്കും. അയാൾ ഒരു ബസ്സിന്റെയോ ലാറിയുടെയോ പുറകിൽ വെക്കും. ആ ലാറി ഏതുവരെ പോകുന്നോ അതുവരെ ഇയാൾ പുറകെ പൊയ്ക്കൊണ്ടിരിക്കും. കാരണം ഓവർടേക്ക് ചെയ്യാൻ പോകാൻ അയാൾക്ക് ധൈര്യമില്ല. എതിരെ വരുന്ന വാഹനവുമായി കൂട്ടിയിടിച്ചാലോ എന്നുള്ള ഭയമുണ്ട്.
അപ്പോൾ ഒരു ഡ്രൈവറുടെ പാകത അല്ലെങ്കിൽ വണ്ടി ഓടിക്കാനുള്ള കഴിവ് ഏതുപോലെയോ അതുപോലെയാണ് ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് കുടുംബത്തിൽ വസിച്ചുകൊണ്ട് തൻ്റെ ലക്ഷ്യമായ ആത്മാവിൽ ചെന്നെത്തുന്നത്. ശില്ലനീർ പോലെ തെളിந்து വരും. ഇവിടെ മോശമായിട്ടല്ല പറയുന്നത്. തേറ്റാമ്പരിൽ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ വെള്ളം തെളിയുകയല്ല, കുറച്ച് സമയമെടുക്കും. അതുപോലെ ഗൃഹസ്ഥാശ്രമത്തിൽ ആദ്യം കുറേ ലൗകിക സുഖങ്ങളൊക്കെ അനുഭവിച്ച് ക്രമേണ പാകത വന്ന് കുട്ടികളൊക്കെ മുതിരുമ്പോൾ ലൗകിക സുഖങ്ങളിലുള്ള ആഗ്രഹം കുറഞ്ഞ് നിസ്സംഗത വളർന്ന് അങ്ങനെ ആത്മജ്ഞാനത്തിലെത്തണം എന്നാണ്. അതാണ് കാലക്രമത്തിൽ സമയം കഴിയുമ്പോൾ തെളിഞ്ഞു വരും. എന്ത് തെളിഞ്ഞു വരും? ആത്മജ്ഞാനം തെളിഞ്ഞു വരും. അല്ലാതെ ഗൃഹസ്ഥന്മാർക്ക് കിട്ടില്ല എന്ന് വേദാന്തം പറയുന്നില്ല. അങ്ങനെയുള്ള ഒരു വേദാന്തത്തിന് പ്രചാരവും കിട്ടില്ല. ഇത് മുഴുവൻ സന്യാസികൾക്കും ബ്രഹ്മചാരികൾക്കും ഉള്ളതാണ്. ബാക്കിയുള്ളവർ ഈ വേദാന്തം പഠിക്കണ്ട എന്ന് പറഞ്ഞാൽ ഈ ഗൃഹസ്ഥന്മാരും വാനപ്രസ്ഥന്മാരും എന്ത് ചെയ്യും? രണ്ടുപേരും ഭാര്യാസമേതന്മാരായി കഴിയുന്നവരാണ്. ഗൃഹസ്ഥൻ ഭാര്യയോടും കുട്ടികളോടും ഒപ്പം കഴിയുന്നു. വാനപ്രസ്ഥൻ ഭാര്യയോട് മാത്രം കുട്ടികളെയൊക്കെ ഭരണ ചുമതല ഏൽപ്പിച്ചിട്ട് കുടുംബഭാരം ഏൽപ്പിച്ചിട്ട് അദ്ദേഹവും പത്നിയും വനത്തിലോ അല്ലെങ്കിൽ ഗ്രാമ അതിർത്തിയിലോ ഒരു ലളിതമായ ജീവിതം നയിച്ചുകൊണ്ട് കഴിയും. ഈ വേദാന്തം ഒരു പ്രത്യേക വിഭാഗക്കാർക്കല്ല, പ്രത്യേക മതത്തിനുമല്ല, മനുഷ്യ ജാതിക്കുള്ളതാണ്, മനുഷ്യവർഗത്തിനുള്ളതാണ്. അവിടെ ജാതിയും മതവും ഒന്നും കൊണ്ടുവരരുത്. സത്യം ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ടവർക്ക് മാത്രമാണോ? അതെങ്ങനെ? സൂര്യപ്രകാശം, കാറ്റ്, ജലം, ഭൂമി, ആകാശം ഇതൊക്കെ ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് മാത്രമാണോ? പഞ്ചഭൂതങ്ങൾ എല്ലാവർക്കും സ്വന്തം. അതുപോലെ ഈ പരമസത്യവും എല്ലാവർക്കും സ്വന്തം. അവിടെ പ്രത്യേകമായിട്ട് തരംതിരിവ് പാടില്ല. ശില്ലനീർ പോലെ തെളിந்து വരും. ഏത്? ഗൃഹസ്ഥ ജീവിതത്തിന്റെ യഥാർത്ഥ സ്വഭാവം. പാകത വന്ന് മനസ്സൊക്കെ ക്രമീകരിക്കപ്പെട്ട് അടുക്കും ചിട്ടയും ഒക്കെ മനസ്സിനുണ്ടായി കുറേയൊക്കെ ആത്മനിയന്ത്രണവും കുടുംബജീവിതത്തിൽ നേടി അവസാനം ആ സത്യം തെളിഞ്ഞു വരും എന്നാണ്. തൊല്ലുലകം കാണ്ട്രശോറാകും. തൊല്ലുലകം എന്ന് പറഞ്ഞാൽ തൊലൈവ് എന്നൊക്കെ പറഞ്ഞാൽ വിദൂരം, അകലെയുള്ളത് എന്നാണ്. തൊലൈ പേശി, ദൂരെയുള്ള. ടെലി എന്നുള്ള ഇംഗ്ലീഷിന് തമിഴിലുള്ളതാണ് തൊൽ. ടെലി എന്നുള്ള പ്രിഫിക്സ് ഉണ്ടല്ലോ. ടെലിഫോൺ, ടെലിഗ്രാം, ടെലിവിഷൻ, ടെലിപതി. ദൂരെ, അകലെ. അകലെയുള്ളതിനെ അടുത്ത് കാണുക, അത് ടെലിവിഷൻ. അകലെയുള്ളവർക്ക് സന്ദേശം അയക്കുന്നത് ടെലിഗ്രാം. അകലെയുള്ളവരുമായി സംഭാഷണം ചെയ്യാൻ സഹായിക്കുന്നത് ടെലിഫോൺ. അകലെയുള്ള മനസ്സുമായി മനസ്സുകൊണ്ട് തന്നെ ആശയവിനിമയം നടത്തുന്നത് ടെലിപതി. തിരുപ്പതി എന്ന് പറയുന്നത് പോലെ ഉണ്ടല്ലേ, പശുപതി, തിരുപ്പതി എന്നൊക്കെ പറയുന്നത് പോലെ ടെലിപ്പതി. തൊല്ലുലകം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം അനാദിയാണ്. എന്നുണ്ടായി എന്ന് ആർക്കും അറിയില്ല. ഈ പ്രപഞ്ചം ഉണ്ടായി എത്രയോ കൊല്ലങ്ങൾ കഴിഞ്ഞു, അതിൽ എത്രയോ തലമുറകളും കഴിഞ്ഞുപോയി. അപ്പൊ ഈ ഉലകം തൊല്ലുലകമാണ് എന്ന് പറഞ്ഞാൽ വളരെ പഴക്കമേറിയതാണ് ഈ പ്രപഞ്ചം. പഴയ തറവാടാണ്. അപ്പൊ പഴയ തറവാടാകുമ്പം ചെതലൊക്കെ എടുത്തു കാണുമല്ലേ, ഉത്തരവും കഴുക്കോലും ഒക്കെ ദുർബലമായി കാണും. പേടിക്കണ്ട, ഇത് എന്നും തകരുന്ന തറവാടാണ് എന്നാണ്. എന്നും തകർന്നുകൊണ്ടിരിക്കുന്ന തറവാടാണ്, എന്നും മെയിൻ്റനൻസ് നടത്തപ്പെടുന്ന തറവാടാണ്. പ്രായമേറിയത്, ക്ഷയിച്ചത് നശിക്കും, പുതിയതുണ്ടാവും. ഈ പ്രപഞ്ചം ഒരേ സമയത്ത് പുതിയതുമാണ്, എന്നാൽ ചിരപുരാതനവുമാണ്. കാരണം പ്രപഞ്ചം എന്നുള്ള ആ ഒരു ആശയം പണ്ടേ ഉള്ളതാണ്. പക്ഷെ പഴയതെന്തെങ്കിലും ഇന്ന് നിലവിലുണ്ടോ? ഇല്ല. പഴയതൊക്കെ പോയി, പുതിയത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് എന്നും നവീകരിക്കപ്പെടുന്ന ഒരു ലോകമാണ്, എന്നാൽ വളരെ പഴക്കമേറിയതുമാണ്. അതാണ് പറഞ്ഞത്, ദിവസേന അറ്റകുറ്റപ്പണികൾ നടത്തപ്പെടുന്ന ഒരു തറവാടാണ്. പഴയതാണ്, എന്നാൽ ദിവസവും പുതുപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഴയവ നശിക്കുന്നു, പുതിയവ ഉണ്ടാകുന്നു. അപ്പോൾ ഇത് പഴക്കമേറിയത് എന്നുള്ളത് ഒരംശം. പക്ഷേ ദിവസേന പുതിയതുണ്ടാവുകയാണല്ലോ. ഇന്നലെ കണ്ട ലോകത്തെ അല്ല നമ്മളിപ്പോൾ കാണുന്നത്. 5 മിനിറ്റിന് മുമ്പ് നാം അനുഭവിച്ച ശരീരമല്ല 5 മിനിറ്റിന് ശേഷം. അപ്പൊ ഈ തൊല്ലുലകം, ചിരപുരാതനമായ ഈ പ്രപഞ്ചം കാണ്ട്രശോറ് ആകും. ചോറ് നമ്മുടെ മലയാളത്തിലെ ചോറ് തന്നെയാണ്, അന്നം. കാണ്ട്രശോർ എന്ന് പറഞ്ഞാൽ ഛർദിച്ച ചോറ് എന്നർത്ഥം. ഒരാള് അമിതമായി ആഹാരം കഴിച്ചിട്ട് അത് വൊമിറ്റ് ചെയ്യുന്നു, ഛർദിക്കുന്നു. ഈ ഛർദിച്ച ചോറ് അത് കാണുന്ന ഒരാൾക്ക് എത്രമാത്രം അറപ്പും വെറുപ്പുമാണ് ഉണ്ടാവുന്നത്. അതുപോലെ ആകും അല്ലെങ്കിൽ ആകണം ഒരു ഉത്തമ സാധകനെ സംബന്ധിച്ച് ഈ പ്രപഞ്ചം. ഇതൊക്കെയാണ് തീവ്ര വിരക്തി എന്ന് പറയും. അല്ല, എനിക്ക് വിരക്തിയുണ്ട്, പക്ഷെ ചിലതിനോടൊക്കെ ഒരു സംഘം. അതിപ്പോ എന്താ ദോഷം? സംഘം എവിടെയും ദോഷമാണ്. നഞ്ചെന്തിന് നാനാഴി.
നമുക്ക് കഴിക്കാൻ ഒരു പൊതിയിൽ ചോറ് തന്നിട്ടുണ്ട്, നല്ല വിശപ്പുണ്ട്, നമ്മൾ കഴിക്കാനിരിക്കും പറഞ്ഞാൽ ഇതിൽ അല്പം വിഷം ചേർത്തിട്ടുണ്ട് കേട്ടോ, സ്വല്പമേ ചേർത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞ അയ്യോ വേണ്ട, ഈ സ്വല്പമല്ലേ അതിപ്പോ എന്ത് ചെയ്യാൻ, ദഹിച്ചോളും എന്ന് പറയാറില്ലല്ലോ. ഇതുപോലെയാണ് സംഘം അല്പമായാലും ദോഷം ചെയ്യും. പരിപൂർണ നിസ്സംഗതയാണ് നമ്മൾ നേടേണ്ടത്. 99% ആയാലും പോരാ, 99.99% ആയാലും പോരാ, 100% അതിൽ കുറഞ്ഞ യാതൊരു ഏർപ്പാടും പറ്റില്ല, അതിൽ വിട്ടുവീഴ്ചയേ ഇല്ല. 100% നിസ്സംഗത. പക്ഷേ ഇത് കുറച്ചല്ലേ കൂട്ടിക്കൊണ്ട് വരാൻ പറ്റുമോ? അത് ശരിയാണ്. 50, 60, 70 ആക്സിലറേറ്റർ കൊടുക്കുന്നത് പോലെയാണ്. സ്പീഡ് കൂട്ടി 50, 60, 70, 80, 90, 100-ൽ പോയാലേ ഈ അധ്യാത്മ മാർഗത്തിൽ വിജയം കൈവരിക്കാൻ പറ്റൂ. ഇവിടെ ആക്സിഡന്റ് നടക്കുന്നുള്ള പേടിയൊന്നുമില്ല. കാരണം നിങ്ങളുടെ വഴിയിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. എതിരെ വണ്ടി വന്ന് ഇടിക്കും എന്നുള്ള പേടിയൊന്നും വേണ്ട. ട്രാഫിക് ജാം ഇല്ല, റോഡിൽ കുണ്ടും കുഴിയും ഇല്ല, രാജവീതിയാണ്. തൊല്ലുലകം കാൻട്രശോറാകും. ഈ പ്രപഞ്ചവും പ്രപഞ്ച സുഖങ്ങളും ഛർദിക്കപ്പെട്ട ചോറ് പോലെയാകും എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മുഖം തിരിക്കാൻ തന്നെ നമുക്ക് തോന്നില്ല വിഷയസുഖങ്ങളിലേക്ക്. കദളിത്തണ്ടൈ കനലിൽ ഊன்றൽ പോൽ. കദളിത്തണ്ട് വാഴത്തണ്ട്. കദളി എന്ന് തമിഴിൽ പറഞ്ഞാൽ വാഴ എന്നാണ്. വാഴയെന്നും വാക്കുണ്ട്, കദളി വാഴ എന്ന് വെച്ചോളൂ. വാഴയിൽ പല തരമുണ്ടല്ലോ, അതിൽ കദളിത്തണ്ട്. ഈ വാഴയുടെ തണ്ട് കനലിൽ ഊன்றൽ പോൽ, കനലിൽ ഊന്നി വെച്ച് ഈ വാഴത്തണ്ടിനെ കത്തിക്കാൻ ശ്രമിക്കുന്നത് പോലെ. പച്ച വാഴത്തണ്ട് കത്തുവോ? പുകഞ്ഞ് കിടക്കും. വലിയ ബുദ്ധിമുട്ടാണ്. അത് തീ പിടിച്ച് വരണമെങ്കിൽ ഊതുന്നവന്റെ, കത്തിക്കാൻ ശ്രമിക്കുന്നവന്റെ കാറ്റ് പോയാലും അവന്റെ ശരീരം കത്തിച്ചാമ്പലായാലും അത് അവിടെ കിടക്കും. കാരണം മുഴുവൻ ജലാംശമാണ്. വാഴത്തണ്ട് കത്തിക്കുക എന്ന് പറഞ്ഞാൽ മണ്ടന്മാര് മാത്രമേ ചെയ്യൂ. പക്ഷേ നമ്മൾ ഈ അധ്യാത്മ സാധനയിൽ അടിവെച്ച് ഇഞ്ചിഞ്ചായി മുമ്പോട്ട് പോകുന്നത് ഈ കദളിത്തണ്ട് കനലിൽ വെച്ച് ചുട്ട് ചാമ്പലാക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് എന്നാണ്. വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്താ, കുറെ ജന്മങ്ങൾ കൊണ്ട് മതി. ബാലകൃഷ്ണൻ നായർ സാറ് പറയുന്ന പോലെ നിങ്ങൾ എന്തിനാ ഈ തിരക്ക് കൂട്ടുന്നത്? അയ്യോ എനിക്ക് 70, 75, 80, 90 ഇനി എനിക്ക് എത്ര ആയുസ്സുണ്ടോ എനിക്കറിയില്ല. മക്കളൊക്കെ ചേർന്ന് ശതാഭിഷേകം നിശ്ചയിച്ചിരിക്കുന്നു. പേടിക്കണ്ട. നിങ്ങൾ എത്ര കണ്ട് മുമ്പോട്ട് പോയോ, അടുത്ത ജന്മത്തിൽ വേറൊരു ശരീരം സ്വീകരിക്കുമ്പോൾ വിട്ടയിടത്ത് നിന്ന് തുടങ്ങിയാൽ മതി. ഈ ഒരു സൗകര്യം, ഒരു സൗജന്യം നിങ്ങൾക്ക് വേറെ ഒരിടത്തും കിട്ടും. പിന്നെ നമ്മുടെ പഴയ SSLC സമ്പ്രദായത്തിലുണ്ട് പാർട്ട് എഴുതി പാസ്സാവുക, അല്ലേ? പാർട്ട് എഴുതി പാസ്സാവുക. ഏതെങ്കിലും 1-2 സബ്ജക്റ്റ് പോയി കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് അങ്ങനെ ചെയ്യാം. അപ്പൊ ഇവിടെയും അങ്ങനെ ഒരു സൗജന്യമുണ്ട് എന്നാണ് അധ്യാത്മമാർഗത്തിൽ. കദളിത്തണ്ടൈ കനലിൽ ഊன்றൽ പോൽ. ഒരു കദളിവാഴയുടെ തണ്ട് അഗ്നിയിൽ വെച്ച് അതിനെ കത്തിക്കാൻ ശ്രമിക്കുന്നത് പോലെ, ചാമ്പലാക്കാൻ ശ്രമിക്കുന്നത് പോലെ അത്ര കണ്ട് ക്ഷമ വേണം, സഹനശക്തി വേണം, കഠിനാധ്വാനം വേണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ജ്ഞാനം ഉദിക്കും, ജ്ഞാനം ഉള്ളിൽ പ്രകാശിക്കും. എന്തിനാ ഇങ്ങനെ പറയുന്നത്? കൃഷ്ണൻ പറഞ്ഞത് വളരെ എളുപ്പം എന്ന് പറഞ്ഞു. ഇത് സുസുഖം കർത്തും അവ്യയം. വളരെ എളുപ്പമാണ് അർജുന. എല്ലായിടത്തും വാസുദേവൻ മാത്രമേ ഉള്ളൂ, ഞാൻ മാത്രമേ എല്ലായിടത്തും ഉള്ളൂ എന്ന് ഭാവന ചെയ്തുകൊണ്ട് നിന്റെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ പറ്റണ്ടേ? ബദ്ധശത്രു എതിരെ വരുമ്പോൾ അവനെ വാസുദേവനായിട്ട് കാണാൻ പറ്റുമോ? നമ്മുടെ CR കുളമാക്കിയ ആഫീസർ മുമ്പിൽ വരുമ്പോൾ അവനെ വാസുദേവനാണെന്ന് കാണാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. നമ്മുടെ മതിലിടിച്ച് ഇപ്പുറത്തോട്ട് മതിൽ കെട്ടിയ അയൽവക്കക്കാരനെ വാസുദേവനായിട്ട് കാണാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ തന്നെ സമ്മതിക്കുന്നു. ഇതാണ് ഇതിലുള്ള ബുദ്ധിമുട്ട്. അദ്വൈതം, സമഭാവന, ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. നടപ്പിലാക്കുമ്പോൾ, അണ്ടിയോടെടുക്കുമ്പോൾ അറിയാം മാങ്ങയുടെ പുളി. അത് തന്നെയാണ്. നമുക്ക് അനുകൂലമായി നിൽക്കുന്നവരെ ബ്രഹ്മമായിട്ട് ഈശ്വരനായിട്ടൊക്കെ കാണാം. നമുക്ക് പാര വയ്ക്കുന്നവൻ, നമ്മുടെ ജീവിതം കുളം കോരാൻ ആഗ്രഹിക്കുന്നവൻ, അതൊക്കെ അവരെയൊക്കെ എങ്ങനെ ഈശ്വരമയമായി കാണും? പ്രയാസമാണ്. അതുകൊണ്ടാണ് ഈ വാഴത്തണ്ട് കനലിൽ വെച്ച് കത്തിച്ച് ചാമ്പലാക്കാൻ ശ്രമിക്കുന്നത് പോലെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞത്. ചുമ്മാ അല്ല. കദളിത്തണ്ടൈ കനലിൽ ഊன்றൽ പോൽ ജ്ഞാനമുദിക്കും. പക്ഷേ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ കദളിത്തണ്ടും കത്തും. ചിലപ്പോ 2-3 ദിവസമായെന്നിരിക്കും. ഊതി 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 കവിളൊക്കെ വേദനിച്ച് കത്തും. അതിലുള്ള ജലാംശം മുഴുവൻ പോയി കഴിഞ്ഞാൽ കത്താൻ എന്താ പ്രയാസം? എന്തും കത്തുമല്ലോ. അതിൻ്റെ മലയാളം വ്യാഖ്യാനം വായിക്കാം. ഇനി അടുത്ത 4 പദ്യങ്ങളിലായി മന്ദതരം, മന്ദം, തീവ്രം, തീവ്രതരം എന്നീ 4 തരം പക്വന്മാരുടെ നിലയും അവർക്ക് ജ്ഞാനമുദിക്കുന്ന രീതിയും വിവരിക്കുന്നു. ഈ പദ്യത്തിൽ പറഞ്ഞത് ഏറ്റവും മന്ദരായ സാധകന്മാരുടെ കാര്യമാണ്. ഏത് വാഴത്തണ്ട് പോലെ പുകഞ്ഞു കിടക്കും.
ഇതിൻ്റെ അടുത്തത് ഇതിനേക്കാളും അടുത്ത പടിയിൽ നിൽക്കുന്ന സാധകന്റെയാണ്. മൂന്നാമത്തെ പദ്യത്തിൽ, ഇവിടുന്ന് മൂന്നാമത്തെ പദ്യത്തിൽ പറയുന്നത് അതിനേക്കാൾ ഉയർന്ന സാധകൻ. അടുത്ത പദ്യത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ സാധകൻ, അതാണ് മന്ദതരം, മന്ദം, തീവ്രം, തീവ്രതരം എന്നീ 4 തരം പക്വന്മാരുടെ നിലയും അവർക്ക് ജ്ഞാനം ഉദിക്കുന്ന രീതിയും ഓരോരോ ഉദാഹരണങ്ങളിലൂടെയാണ് ആ ഓരോ തരം ആൾക്കാരും ജ്ഞാനത്തെ പ്രാപിക്കുന്ന രീതിയെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. കല്ല്, ഇരുമ്പ്, മരം, വെണ്ണ എന്ന് 4 സാധനങ്ങളെ ദൃഷ്ടാന്തമായി എടുത്താണ് ഈ വ്യത്യാസം വെളിപ്പെടുത്തുന്നത്. ആദ്യമായി മന്ദതര പക്വന്റെ കാര്യം പറയുന്നു. കല്ലൈ ഉരുവാക്കും കഴറ്റിയിലേ എന്ന് പറഞ്ഞില്ലേ? കല്ലിൽ നിന്ന് ശിലയെ ഉണ്ടാക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ കല്ല് കൊണ്ട് ഒരു ശില്പം ഉണ്ടാക്കുന്നയാൾ വളരെ ബുദ്ധിമുട്ടാണ് അയാൾ. കരിങ്കല്ല് കൊണ്ട് ഒരു പാവ പണിതെടുക്കുന്നത് വിഷമം പിടിച്ചതാണല്ലോ. എക്സ്ട്രാ കല്ല് അടർത്തി മാറ്റിയാൽ മതി എന്നുള്ളത് ശരി, പക്ഷെ അതിന് എത്ര കണ്ട് ശ്രദ്ധയും സൂക്ഷ്മതയും വേണം. ആദ്യം വലിയ വലിയ ഉളി കൊണ്ട് ആ കല്ല് പൊട്ടിച്ച് കളഞ്ഞിട്ട് അവസാനം കണ്ണ്, കണ്ണിമ, വിരലിന്റെ അഗ്രം, നഖം ഇതൊക്കെ കൊത്തിയെടുക്കുമ്പോൾ കൊച്ചു കൊച്ചു ഉളി കൊണ്ടാണ് അയാൾ തട്ടുന്നത്. കാരണം അത് സൂക്ഷ്മമാണ്. അപ്പൊ കൂടുതൽ ശ്രദ്ധ വേണം അതിന്. അതുകൊണ്ട് വളരെ ശ്രദ്ധ ആവശ്യമാണ് ഒരു ശില്പം പണിഞ്ഞെടുക്കാൻ. കൂടുതൽ ശക്തി കൊടുത്ത് തട്ടിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. അതുവരെ ചെയ്ത പണി മുഴുവൻ വേസ്റ്റ് ആവും. ഒരു വിരല് കാണില്ല. മഹാവിഷ്ണുവിന്റെ പ്രതിമ കൊത്തി ഉണ്ടായ ബാക്കിയെല്ലാമായി വിരലിൽ ഇങ്ങനെ അടിച്ചപ്പോൾ അല്പം ഫോഴ്സ് കൂടിപ്പോയി, വിരൽ അടർന്നുകൊണ്ട് പൊട്ടിക്കാൻ പറ്റുമോ? ഫെവിക്കോളം ഉണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധ ആവശ്യപ്പെടുന്ന ജോലിയാണ് ഒരു ശില്പിയുടെ ജോലി. ആയതുപോലെ മന്ദതര പക്വൻ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് വിരക്തനായി വാനപ്രസ്ഥനായോ സന്യാസിയായോ ഭവിക്കുന്നത് സാവധാനത്തിലേ ഉണ്ടാകാറുള്ളൂ. ആണ് കാലം കൊണ്ട് തെളിയും, കാലം കൊണ്ട് ജ്ഞാനം തെളിയും എന്ന് പറഞ്ഞത്. ഏതുപോലെ? കലക്ക വെള്ളത്തിൽ തേറ്റാമ്പരലിട്ടതുപോലെ കുറച്ചു നേരം കാത്തിരിക്കണം ആ തെളിഞ്ഞ ജലം മുകളിലേക്ക് വരാൻ. അപ്പോൾ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് വിരക്തനായി പിന്നെ ഉള്ളത് 2 ആശ്രമേ ഉള്ളൂ, വാനപ്രസ്ഥവും സന്യാസവും. ആ മാർഗങ്ങളിലേക്ക് പോകാൻ, ആ ആശ്രമങ്ങളിലേക്ക് കടക്കാൻ പതുക്കെയേ പറ്റൂ. സാധാരണ എപ്പോഴാണ് വാനപ്രസ്ഥത്തിലേക്ക് കിടക്കുന്നത്? മക്കളൊക്കെ വലുതായി അവരെ കുടുംബഭാരമൊക്കെ ഏൽപ്പിച്ച് കഴിയുമ്പോൾ ഷഷ്ടി പൂർത്തിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ 70 ഒക്കെ ആയിക്കണം. പിന്നെ ബേബി സിറ്റിംഗ് എന്ന് പറഞ്ഞ ഡ്യൂട്ടിയും കൂടെ വരും. എന്താണ് ബേബി സിറ്റിംഗ്? കുട്ടികളെ നോക്കണം. പല അപ്പൂപ്പന്മാരുടെയും സ്ഥിതി ഇതാണ്. അവര് ഈ വയസ്സാകുമ്പോഴാണ് ഒന്ന് അധ്യാത്മമാർഗത്തിലേക്ക് തിരിയാമെന്ന് വിചാരിക്കുന്നത്. അപ്പോഴാണ് മോനോ മോളോ പറയുന്നത്, അച്ഛാ നമ്മുടെ കുട്ടിയെ കൊണ്ടുപോകണം, ഇവിടെ LKG രാവിലെ കൊണ്ടാക്കണം, തിരിച്ച് വിളിച്ചുകൊണ്ട് വരണം, അവന് നല്ല നല്ല കഥകളൊക്കെ പറഞ്ഞു കൊടുക്കണം, അവനെ നല്ല ഒരു പക്വതയുള്ള പൗരനാക്കി വളർത്തണം. ആ ഉത്തരവാദിത്വം കൂടെ ആയി തലയിൽ. ഇന്ത്യയിലല്ല, ഇവിടെയുള്ള അപ്പൂപ്പനെ മക്കള് USA എന്ന് വിളിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്. അച്ഛന് USA ഒക്കെ കാണണ്ടേ, നയാഗ്ര വാട്ടർഫാൾസ്, എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ്, ചിക്കാഗോ നഗരമൊക്കെ കാണണ്ടേ. ഓ, മോനോ മോളോ എത്ര സ്നേഹത്തോടു കൂടിയാണ് വിളിക്കുന്നത്. വിസയും ഒക്കെ ശരിയാക്കും, പാസ്പോർട്ട് മാത്രം ഇവിടുന്ന് എടുത്തോളാൻ പറയും. വിസ ഞങ്ങൾ അവിടുന്ന് ശരിയാക്കി തരാം. അവിടെ ചെല്ലുമ്പോഴെന്താ, ഇതാണ് ജോലി, ബേബി സിറ്റിംഗ്. പിന്നെ വിളിച്ചതിനും വേണ്ടി കുറച്ച് സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിക്കും. പ്രധാന ഉദ്ദേശ്യം കുട്ടിയെ നോക്കൽ. അപ്പോൾ ഈ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് കരകയറുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കാലം കൊണ്ടേ അത് തെളിയൂ. തേറ്റാമ്പരൽ നിക്ഷേപിക്കപ്പെട്ട കലക്കവെള്ളം പോലെ, തേറ്റാമ്പരലിട്ട് ജലം ശുദ്ധിയാക്കുന്നത് പോലെ അവന്റെ ചിത്തശുദ്ധി മന്ദമായേ സംഭവിക്കുകയുള്ളൂ. കാലമെടുക്കും, സമയമെടുക്കും. ഇവിടെയും വിഷമിക്കാനില്ല, പേടിക്കാനില്ല. എൻ്റെ ലക്ഷ്യത്തിൽ എനിക്ക് ശ്രദ്ധയുണ്ടെങ്കിൽ ഈ കുട്ടിയോ പേരക്കുട്ടിയോ ബേബി സിറ്റിങ്ങോ ഒന്നും പ്രശ്നമല്ല. പക്ഷെ സാധാരണക്കാരുടെ മനസ്സ് ഈ ബന്ധങ്ങളിലും കുടുംബകാര്യങ്ങളിലുമൊക്കെ കുടുങ്ങിപ്പോവും. അതൊരു വാസ്തവമാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസരോട് എന്ന് ചോദിക്കും ഒരാൾ, ഈ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ സത്യം ഉറപ്പിച്ചാൽ എന്താ? ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിച്ചാൽ എന്താ? എത്രയോ പേര് സാധിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാരെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളതാണ്. എല്ലാരെയും വിടൂ, നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്നുള്ളത്, അവനവനെ കൊണ്ട് പറ്റുമോ എന്നുള്ളത് അവനവൻ സ്വയം തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിന് ശ്രീരാമകൃഷ്ണദേവൻ പറയുന്ന ഉദാഹരണം, ധാരാളം കറുത്ത പുക നിറഞ്ഞിട്ടുള്ള ഒരു മുറി, കറുത്ത പുകയാണ്. അതിനകത്ത് കുറേ നേരം ഇരുന്നിട്ട് പുറത്ത് പൊടിയോ കരിയോ പറ്റാതെ പുറത്തിറങ്ങുക ബുദ്ധിമുട്ടാണ്. 4 ഭാഗത്തും പുക ചൂഴ്ന്നു നിൽക്കുകയാണ്, കറുത്ത പുക. നമ്മൾ എത്ര തന്നെ ശ്രദ്ധിച്ചാലും, എത്ര തന്നെ കയ്യിലും ഒക്കെ തുടച്ചാലും, പണ്ട് ഈ കരിയെഞ്ചിനുണ്ടായിരുന്നു തീവണ്ടിയിൽ നമ്മൾ നല്ല വെള്ള ഷർട്ടും വെള്ള മുണ്ടും ഒക്കെ ഉടുത്ത് ആയിരിക്കും കയറുക. ഇറങ്ങുന്ന സമയത്ത് മൊത്തം കരിപ്പൊടിയായിരിക്കും. പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ണിൽ കരിപ്പൊടി വീഴും. അത് വീണ് കഴിഞ്ഞാൽ ഭയങ്കര നീറ്റിലാണ്. ഒരു വിധത്തിൽ അത് കണ്ണിൽ നിന്ന് പോവില്ല.
ഭയങ്കര നീറ്റിലും കണ്ണൊക്കെ ചുവന്ന് എനിക്ക് വീണിട്ടുണ്ട്. അതുകൊണ്ടാണ് കുട്ടിയായിരിക്കുമ്പോൾ ജനലിലൂടെ പുറത്ത് നോക്കാനാണല്ലോ ഇഷ്ടം. കരിപ്പൊടി വീണു. തിരുവനന്തപുരത്ത് നിന്ന് കയറി കൊല്ലം എത്തുന്നത് വരെ കണ്ണിങ്ങനെ തിരുമ്മി. അപ്പോൾ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് ആ സംഘങ്ങളിലും ബന്ധങ്ങളിലും ഒന്നും പെടാതെ ഈ സത്യസാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ആചാര്യന്മാർ സമ്മതിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ മനസ്സ് തളരേണ്ട. നിങ്ങൾക്ക് മോക്ഷ പ്രാപ്തിയിൽ ഒരു തീവ്രതയുണ്ടെങ്കിൽ ഇതൊന്നും പ്രശ്നമല്ല, യാതൊന്നും പ്രശ്നമല്ല. അപ്പോ അവന്റെ ചിത്തശുദ്ധി മന്ദമായേ സംഭവിക്കുകയുള്ളൂ. അതിനുശേഷം അവന് വിരക്തി നിമിത്തം ലോകം നായി കക്കിയ ചോറെന്ന വണ്ണം നികൃഷ്ടമായി തോന്നാൻ തുടങ്ങും. ഈ ഇംഗ്ലീഷ് വ്യാഖ്യാനത്തില് ഛർദിച്ച ചോറ് എന്ന് പറഞ്ഞുള്ളൂ. മലയാള വ്യാഖ്യാതാവ് ഒരു പടി കടന്നുപോയി. പട്ടി ഛർദിച്ച ചോറ്, അതിൽ എന്തെങ്കിലും അഭികാമ്യമായി തോന്നുമോ? അടുത്ത് ചെന്ന് നോക്കാൻ പോലും തോന്നില്ലല്ലോ, അറക്കില്ലേ? ശങ്കരാചാര്യര് ഒരു പടി കൂടെ കടന്നാണ് പോകുന്നത്. വാന്ത അശനം. എന്താണ് വാന്തം? തമിഴില് വാന്തി എന്നാണ് പറയുന്നത്. ആ സ്ത്രീ എന്താ വാന്തി എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഛർദിക്കുന്നത്. ഗർഭത്തിന്റെ ലക്ഷണമാവാം, അല്ലെങ്കിൽ അജീർണമാവാം. വാന്തം എന്ന് പറഞ്ഞാൽ വാന്തി, വാന്തം എന്നൊക്കെ സംസ്കൃതം അതുപോലെ തമിഴിൽ സ്വീകരിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. തമിഴന്മാർക്ക് പോലും അറിയില്ല, അവർ തമിഴാണെന്നാണ് വിചാരിച്ചു വെച്ചിട്ടുണ്ട്. വാന്തി എടുക്കാൻ വാന്ത അശനം. ഒരാൾ ഛർദിച്ചതിനെ എടുത്ത് ഭക്ഷിക്കുക, കാണാൻ തന്നെ അറയ്ക്കും. അതെടുത്ത് തിന്നുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതിന്റെ ഗ്രേഡ് ഉണ്ടല്ലോ. ഈ വിരക്തി നിസ്സംഗതയുടെ ഗ്രേഡ് ഇങ്ങനെ കൂടി പോവും. മന്ദതരം, മന്ദം, തീവ്രം, തീവ്രതരം, അതിനെയൊക്കെ പറയാൻ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങളൊക്കെയാണ് ആചാര്യന്മാർ നിരത്തുന്നത്. അതിനുശേഷം അവന് വിരക്തി നിമിത്തം ലോകം നായി കക്കിയ എന്ന് പറഞ്ഞാൽ അത് ഛർദിച്ച് അത് കഴിച്ചതിന് ശേഷം വായിലൂടെ കക്കുക എന്ന് പറയില്ലേ നമ്മൾ. കുട്ടികൾ പാല് കക്കുന്നു, മോഷ്ടിക്കുക എന്നുള്ള അർത്ഥമല്ല. കക്കുക, അയാൾ കക്കാൻ ഇറങ്ങി, ആ അർത്ഥമല്ല. വൊമിറ്റ് ചെയ്യുക, വയറ്റിൽ പോയ ഭക്ഷണം വീണ്ടും വായിലൂടെ വരിക, അതാണ് കക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നായി കക്കിയ ചോറെന്ന വണ്ണം നികൃഷ്ടമായി തോന്നാൻ തുടങ്ങും. ഗുരുവിന്റെ പലതരത്തിലുള്ള ഉപദേശമൊഴികളാൽ അവൻ ക്രമേണ പവിത്രനായി തീർന്ന് വാഴത്തണ്ടിനെ തീയിൽ ചുട്ടരിക്കുന്ന മട്ടിൽ വളരെ മന്ദവേഗത്തിലാണ് അവനിൽ ജ്ഞാനം സംജാതമാകുന്നത്. പതുക്കെ അടിമേൽ അടിവെച്ച് എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് ഇറങ്ങി 500 മീറ്റർ 1000 മീറ്റർ ഓട്ടപ്പന്തയം ഓടി 10 സെക്കൻഡ് കൊണ്ട് എത്താൻ പറ്റുന്നത് പോലെയല്ല. 10 ജന്മം കൊണ്ട് ഇത് നേടിയാൽ നിങ്ങൾ അതിവേഗത്തിൽ ഓടി എന്നാണ് അതിൻ്റെ അർത്ഥം. 10 ജന്മം കൊണ്ട് നിങ്ങൾ ജ്ഞാനിയായാൽ അതിവേഗത്തിൽ ഓടി. വലിയ ഇതുണ്ടോ, മിൽഖാ സിംഗ്, ഫ്ലൈയിങ് സിഖ്, ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ വാങ്ങിച്ചാണ്. പറക്കുന്ന സിഖുകാരൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ഫ്ലൈയിങ് സിഖ്, മിൽഖാ സിംഗ്. ഈ മിൽഖാ സിംഗിനെക്കാളും വേഗതയുണ്ട് നിങ്ങൾക്ക് എന്ന് പറയാം. എപ്പോ 10 ജന്മം കൊണ്ട് ജ്ഞാനം നേടിയ. കാരണം അത്ര കണ്ട് ദുർലഭമാണ്, വിരളമാണ്, പ്രയാസമാണ്. ഇത്തരം പക്വരെ ശരിപ്പെടുത്തിയെടുക്കുവാൻ ഗുരുദേവന് വളരെ യത്നം ചെയ്യേണ്ടതായിട്ടുണ്ട്. ചുരുക്കം എന്താ, ഈ ശിഷ്യനെ പാകതയുള്ളവനാക്കി തീർക്കേണ്ടത് ഗുരുവിന്റെ ഉത്തരവാദിത്വമായി വന്നിരിക്കുന്നു. അപ്പൊ പലതരത്തിലും അദ്ദേഹത്തിന് ഉപദേശിക്കേണ്ടതായി വരും. പല ഉദാഹരണങ്ങളിലൂടെയും ഈ സത്യത്തെ വ്യക്തമാക്കേണ്ടതായി വരും. അപ്പോൾ ശിഷ്യനെ ജ്ഞാനിയാക്കി എടുക്കുന്നത് ഗുരുവിൻ്റെ കൂടെ ഒരു കർത്തവ്യമായി മാറും എന്നർത്ഥം. അപ്പോൾ ഗുരുവിനെ ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ എത്രയും പെട്ടെന്ന് ജ്ഞാനം കൈക്കലാക്കുക, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗുരുസേവ, ഗുരു ശുശ്രൂഷ. ഗുരുവിനെ ഇനി അധികം എന്നെ ബുദ്ധിമുട്ടിക്കുന്ന അല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, ഞാൻ ഗുരുവല്ല, നമ്മൾ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ആചാര്യന് മിനിമം പ്രയത്നം നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാതെ ഈ സത്യം എത്രയും പെട്ടെന്ന് നേരാംവണ്ണം ഗ്രഹിക്കുക എന്നുള്ളതാണ് ഒരു ശിഷ്യന്റെ ധർമ്മം. ഇനി നമുക്ക് അടുത്ത പദ്യത്തിലേക്ക് കിടക്കാം. ഇരുമ്പൈ വടിവാക്കും ഇയൽബിനർക്ക് പച്ചൈ മരം ചുടുമാ പോൽ ജ്ഞാനം വായിക്കും ഇരുന്തവിടം നീർത്താമരൈ ഇലൈ പോൽ. ഞാൻ സന്ധി പിരിച്ചാണ് വായിക്കുന്നത്. പോനീങ്ക് എന്നൊക്കെയാണ് കിടക്കുന്നത്, ഞാൻ സന്ധി പിരിച്ചാണ് വായിക്കുന്നത്. ഇരുന്തവിടം നീർത്താമര ഇലൈ പോൽ നീങ്കും ഉലകമെല്ലാം പേയ്ത്തേർ പോർ തോൻറും പിരിന്ത്. അടുത്തതാരാ? മന്ദതരനായ സാധകന്റെ കാര്യം കഴിഞ്ഞ പദ്യത്തിൽ പറഞ്ഞു. അടുത്തത് മന്ദം. മന്ദതരം എന്ന് പറഞ്ഞാൽ കൂടുതൽ മന്ദമായവൻ. ഇനി പറയാൻ പോകുന്നത് അത്ര മന്ദമല്ല, എന്നാലും മന്ദമാണ്. രണ്ടാമത്തെ വിഭാഗക്കാർ. അവരെ നന്നാക്കി എടുക്കുന്നത് ഏതുപോലെ, അവരെ ജ്ഞാനിയാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് ഏതുപോലെ? ഇരുമ്പൈ വടിവാക്കും ഇയൽബിനർക്ക്. ഇരുമ്പൈ വടിവ് ആക്കും ഇയൽബിനർക്ക് എന്ന് പറഞ്ഞാൽ ഇരുമ്പിൽ നിന്ന് ആയുധമോ അല്ലെങ്കിൽ മറ്റു രൂപങ്ങളോ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാൾ. അയാൾ എന്താ ചെയ്യേണ്ടത്? ഇരുമ്പുരുക്കണം. കൊല്ലൻ, വെട്ടുകത്തി, കോടാലി തുടങ്ങിയ ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ. ഈ കൽപ്പണിക്കാരൻ്റേതുപോലെ അത്ര ബുദ്ധിമുട്ടില്ല കൊല്ലന്റെ ജോലി.
കാരണം അതിനെ, ഈ ഇരുമ്പിനെ നല്ലതുപോലെ ഉരുക്കി പഴുപ്പിച്ച് കാച്ചി പരത്തണം. കാച്ചി മുക്കുക എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. കാച്ചി മുക്കുക. നല്ലതുപോലെ ചുട്ടുപഴുത്തിരുന്ന ആ ഇരുമ്പിനെ എടുത്ത് അതിനെ നമുക്ക് വേണ്ട ഉപകരണത്തിന്റെ ആകൃതിയിലാക്കി പെട്ടെന്ന് തണുപ്പിക്കും. പച്ചവെള്ളത്തിൽ മുക്കും. എന്നാലേ അതിനൊരു ദൃഢത വരൂ. അതിനെയാണ് കാച്ചി മുക്കുക എന്ന് പറയുന്നത്. ഉരുക്ക് എന്നൊക്കെ നമ്മൾ പറയില്ലേ. നല്ലതുപോലെ ചൂടായിരുന്നതിനെ പെട്ടെന്ന് തണുപ്പിക്കണം, വെള്ളത്തിൽ മുക്കണം. അപ്പൊ അതിന് നല്ല ബലമുണ്ടാവും, ദൃഢതയുണ്ടാവുന്ന. ഇരുമ്പൈ വടിവാക്കും ഇയൽബിനർക്ക്, ഈ ഇരുമ്പിന്റെ സ്വഭാവം പോലെയുള്ള ബുദ്ധിയുള്ളവർക്ക്, അങ്ങനെയുള്ള സാധകന്മാർക്ക് അവരെ കിട്ടിയാൽ ഗുരുവിന്റെ ജോലി കുറച്ചുകൂടെ എളുപ്പമായി എന്നർത്ഥം. അധികമൊന്നും ഉപദേശിക്കേണ്ടി വരില്ല. മന്ദതരന്മാരെ ഉപദേശിക്കുന്ന അത്രയും പ്രയാസമില്ല, കുറച്ചുകൂടെ ജോലി കുറവുണ്ടെന്നാണ്. ഇയൽബിനർക്ക് പച്ചൈമരം ഷുടും ആ പോൽ, ഇരുമ്പൈ വടിവാക്കും ഇയൽബിനർക്ക് ജ്ഞാനം ഉദിക്കും, ജ്ഞാനം വായിക്കും. ആ ജ്ഞാനം വായിക്കും എന്നുള്ളത് രണ്ടാമത്തെ വരിയിലാണ്. ഇരുമ്പൈ വടിവാക്കും ഇയൽബിനർക്ക് പച്ചൈമരം ഷുടും ആ പോൽ ജ്ഞാനം വായിക്കും. അവർക്ക് ജ്ഞാനമുണ്ടാകും. ഇരുമ്പിനെ പോലെയുള്ള പക്വത അല്ലെങ്കിൽ ബുദ്ധിയുള്ളവർക്ക്. കഠിന ഹൃദയന്മാരെന്നല്ല, അത് അല്പം ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അത് ഉരുകും. അതിനെ ആചാര്യന് ഏത് രൂപത്തിൽ വേണമെങ്കിലും മാറ്റിയെടുക്കാം. അയാൾക്ക് ഈ തത്വം ആചാര്യൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ സത്യം പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റും എന്നാണ്. അപ്പോ ഇരുമ്പൈ വടിവാക്കും ജ്ഞാനം വായിക്കും. പച്ചൈ മരം ഷുടും ആ പോൽ, അദ്ദേഹത്തെ പാകപ്പെടുത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ മന്ദ വൈരാഗ്യമുള്ളവരെ പാകപ്പെടുത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ പച്ചമരത്തെ കത്തിക്കുന്നത് പോലെയാണെന്ന്. നേരത്തെ പറഞ്ഞത് കദളിത്തണ്ട്, കദളി വാഴയുടെ തണ്ട്, അത് കത്തിക്കുന്നത് പോലെയാണ്. ഇവിടെ പച്ചമരം ഉണങ്ങിയ മരങ്ങളുടെ കൂടെ, ഉണക്ക വിറകുണ്ടല്ലോ, അതിൻ്റെ കൂടെ പച്ചവിറകും കൂടെ വെച്ച് കഴിഞ്ഞാൽ ആ ഉണക്ക വിറക് കത്തുമ്പോൾ അതിൻ്റെ ചൂടിൽ ഇതും കൂടെ ഉണങ്ങിക്കോളും. അതിനോട് ചേർന്ന് കത്തും, എളുപ്പമുണ്ട് എന്നർത്ഥം. അപ്പോൾ രണ്ടാമത്തെ വിഭാഗക്കാർ പച്ചൈ മരം ഷുടും ആ പോൽ, പച്ചമരം ഉണക്കമരത്തിനോടുകൂടെ ചേർന്ന് അതിൻ്റെ സമീപത്തിരുന്ന് അതിൻ്റെ ആ അഗ്നിജ്വാലയിൽ ഉണക്കമരം കത്തുമ്പോൾ ആ അഗ്നിയുടെ ചൂട് കൊണ്ട് ഇതും പതുക്കെ പതുക്കെ ഉണങ്ങിയ മരം ഉണങ്ങിയ വിറക് പോലെ ആയിത്തീർന്ന് ഇതും കത്തും. ഇതുപോലെ ഗുരുവുമായിട്ടുള്ള കുറച്ച് കാലത്തെ സമ്പർക്കം കൊണ്ട് ശിഷ്യൻ ജ്ഞാനിയായിത്തീരും. ആദ്യത്തെക്കാരെ അത്ര പെട്ടെന്നല്ല, അത് ഒരുപാട് കാലം വേണ്ടി വരും. ഇങ്ങനെ ഒരു ആചാര്യന് 4 വിഭാഗത്തിൽപ്പെട്ട ശിഷ്യന്മാരെയും കിട്ടാം. അദ്ദേഹത്തിന്റെ യോഗം പോലെ ഇരിക്കും, ശിഷ്യന്റെയും യോഗം പോലെ ഇരിക്കും. അപ്പോൾ ആ പച്ചമരം ഉണക്കമരത്തിന്റെ കൂടെ അല്ലെങ്കിൽ ഉണങ്ങിയ വിറകിന്റെ കൂടെ ചേർന്ന് കത്തുന്നത് പോലെ കുറച്ച് സമയം കഴിയുമ്പോൾ ജ്ഞാനം ഉദിക്കും. ഇരുന്തവിടം, നമ്മൾ ഇരിക്കുന്ന സ്ഥലം ഏതാണ്? പ്രപഞ്ചം, ലോകം. ഇരുന്തവിടം നീർത്താമരൈ ഇലൈ പോൽ നീങ്കും ഉലകമെല്ലാം. നീർത്താമര ഇലൈ പോൽ എന്ന് പറഞ്ഞാൽ എന്താ? താമര ഇലയിൽ പറ്റി നിൽക്കുന്ന ഒരു തുള്ളി ജലം പോലെ. താമര ഇലയിൽ ഒരു തുള്ളി വെള്ളം ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ചെറിയ കാറ്റ് വന്ന് ആ ഇല അനങ്ങിയാൽ ഈ പറ്റി നിന്ന തുള്ളി ഒരു മുത്തുപോലെ ഉരുണ്ട് വീണ്ടും ജലാശയത്തിലേക്ക് പതിക്കും. അതായത് ആ തുള്ളി താമരയിലയിൽ സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിലും ഒട്ടലില്ല, സംഘമില്ല എന്നർത്ഥം. നിൽക്കുന്നത് താമരയിലയിലാണ്, പക്ഷെ ബന്ധമില്ല. അത് താമരയിലയെ നനയ്ക്കുന്നില്ല. ചേമ്പിലയെ ഉദാഹരണമായിട്ട് പറയാനോ. അപ്പൊ ഈ രോഗവാസനകളുണ്ടല്ലോ, ഈ പറഞ്ഞ പക്വതയുള്ളവരുടെ മനസ്സിൽ നിന്നും താമരയിലയിൽ നിന്നും ഒരു ജലഗണം എത്ര അനായാസമായി വേർപെടുന്നുവോ അതുപോലെ ലൗകിക വാസനകൾ ഇയാളുടെ മനസ്സിൽ നിന്നും പെട്ടെന്ന് അകന്നുപോകും. താമരയിലൈ നേർപോൽ, നീർത്താമരയിലൈ പോൽ നീങ്കും ഉലകമെല്ലാം. പ്രപഞ്ചം തന്നെ അയാളുടെ മനസ്സിൽ നിന്ന് അകന്നു പോകും. അയാളുടെ മനസ്സ് തത്വബോധം കൊണ്ട് നിറയും. ഉള്ളിൽ ഈശ്വരൻ മാത്രം സ്ഥിതി ചെയ്യും. പ്രപഞ്ച വിഷയങ്ങളോ പ്രപഞ്ച വിഷയങ്ങളെക്കുറിച്ചുള്ള ചിന്തകളോ ആ മനസ്സിൽ പ്രവേശിക്കില്ല. നീങ്കും ഉലകമെല്ലാം. ഈ ലോകം അപ്പോൾ എന്തായി, ഏതുപോലെയായിത്തീരും? പേയ് തേർ പോൽ തോன்றுം പിരിന്ത്. പിരിന്ത് എന്ന് പറഞ്ഞാൽ അകന്ന്, പിരിഞ്ഞ്, അതിൽ നിന്നും വേർപെട്ട്. ആത്മാവിൽ നിന്ന് ഈ ലോകം വിദൂരതയിലാണ് എന്ന് തോന്നുന്നു. നമ്മളൊക്കെ പ്രപഞ്ചത്തിൽ ജീവിക്കുന്നു, ഈ ലോകത്തിൽ ജീവിക്കുന്നു. നമുക്കും ഈ പ്രപഞ്ചത്തിനും തമ്മിലൊരു അടുപ്പമുണ്ട്, സാമീപ്യമുണ്ട് എന്നൊക്കെയല്ലേ വിചാരിക്കുന്നത്. ഒരു ആത്മജ്ഞാനി തൻ്റെ ആത്മസ്ഥിതിയിൽ നിന്നും വളരെ അകലത്തായി ഈ ലോകത്തെ കാണും. ഏത് ലോകത്തെ? അയാൾ
വസിക്കുന്ന ലോകത്ത്. അയാള് വീട്ടിനകത്തിരുന്നാലും വീടും അയാൾക്കും തമ്മിൽ ഉള്ളുകൊണ്ട് വളരെയേറെ ദൂരമുണ്ട്. ഇതാണ് നിസ്സംഗത. അതെങ്ങനെയാ? കുടുംബത്തിൽ ഇരുന്നു കൊണ്ട് കുടുംബവുമായിട്ട് അകൽച്ച ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കുടുംബകാര്യം നോക്കാതിരുന്ന അകൽച്ച ഉണ്ടായെന്ന് പറയാൻ പറ്റുമോ? വീട്ടിൽ നിന്ന് മാറി നിന്നത് കൊണ്ട് സംഘം പോയി എന്നർത്ഥമില്ല. സംഘം പോകാൻ വീട് വിടണം എന്നും നിർബന്ധമില്ല. സൂക്ഷ്മവശങ്ങളാണത്. മനസ്സ് വിഷയങ്ങളുമായി ഒട്ടാതെ നോക്കിക്കൊള്ളുക, അതാണ് വേണ്ടത്. അങ്ങനെ മനസ്സ് നിസ്സംഗമായാൽ ഈ ഉലകം പേയ് തേർ പോൽ തോன்றுം. പേയ് തേർ എന്ന് പറഞ്ഞാൽ മരീചിക. എങ്ങനെയാണ് ആ വാക്ക് വന്നത് എന്നുള്ളത് എനിക്കറിയില്ല. പേയ് എന്ന് പറഞ്ഞാൽ ഭൂതം, പ്രേതം എന്നൊക്കെയാണ് അർത്ഥം. പേയ് തേർ എന്നുള്ളതിന് മരീചിക എന്നാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത്. മരീചിക പോലെ തോന്നും. മലയാള വ്യാഖ്യാനത്തിൽ ചിലപ്പം കുറച്ചുകൂടെ വ്യക്തമായ അർത്ഥം കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. പേയ് തേർ പോൽ തോன்றுം, മരീചിക പോലെ കാണപ്പെടും ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അത് ഇന്ദ്രിയ വിഷയമാകുന്നെങ്കിലും അതവിടെ ഇല്ല, ബ്രഹ്മം മാത്രമേ ഉള്ളൂ. മരീചികയെ കാണുന്ന മരുഭൂമിയിലെ ഒരു യാത്രികൻ അത് തോന്നലാണ്, കണ്ണ് കാണിച്ചു തരുന്നു ജലത്തെ, പക്ഷെ അവിടെ ഒരു തുള്ളി വെള്ളം പോലുമില്ല എന്നറിയുന്നില്ലേ? അതുപോലെ മരീചിക പോലെ കഴമ്പില്ലാത്തതാണ് എന്ന് തോന്നും. മലയാള വ്യാഖ്യാനം വായിക്കാം. മന്ദപക്വനെ പറ്റിയാണ് ഈ പദ്യത്തിൽ വിവരിക്കുന്നത്. കഴിഞ്ഞ പദ്യത്തിൽ മന്ദതര പക്വൻ, ഈ പദ്യത്തിൽ മന്ദപക്വൻ. മന്ദതരനേക്കാളും ഉയർന്ന സ്ഥിതിയിലാണ് ഈ മന്ദപക്വൻ. ഇരുമ്പിനെ പാവയാക്കി പണിതെടുക്കുവാനുള്ള യത്നം പോലെയാണ് ഇക്കാര്യം നടത്തേണ്ടത്. ആര്? ഗുരു. ശിഷ്യനെയും അല്പം ബുദ്ധിമുട്ടാണ്. ഗുരുവിന് തന്നെ ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ ശിഷ്യന് ബുദ്ധിമുട്ടില്ലായിരിക്കും. അയാൾ മനസ്സിനെ നിയന്ത്രിക്കാൻ നോക്കും, എന്തൊക്കെയോ സാധനങ്ങൾ ചെയ്യും, വീണ്ടും വിഷയങ്ങളിലേക്ക് പോകും. ഏതാണ്ട് ജയിച്ചു, കിട്ടിപ്പോയി എന്ന് വിചാരിക്കും. അപ്പോഴാണ് താഴോട്ട് പതിക്കുന്നത്. ഞാൻ ഒരിടത്ത് എത്തിയില്ല എന്നുള്ള സത്യം അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ മനസ്സ് കുടുങ്ങിപ്പോകും, സംഘബദ്ധമായി തീരും. അതുകൊണ്ട് പൂർണ്ണത എത്തുന്നത് വരെ കിട്ടി, നേടിക്കഴിഞ്ഞു എന്നുള്ള വിചാരമൊന്നും വേണ്ട. നമുക്കിനിയും മുമ്പോട്ട് പോകാനുണ്ട് എന്നുള്ള ഒരു വിചാരത്തോടു കൂടെ മുന്നേറുക. കല്ലിനേക്കാൾ അല്പം യത്നം ഈ വിഷയത്തിൽ കുറഞ്ഞിരിക്കും. ഏത് വിഷയത്തിൽ? ഈ കൊല്ലന് ഇരുമ്പ് കൊണ്ടുള്ള കോടാലി, വെട്ടുകത്തി തുടങ്ങിയ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ കല്ലാശാരിയുടെ അത്രയും ബുദ്ധിമുട്ട് ഇല്ല കൊല്ലന്. പച്ചമരത്തെ തീയിലെരിക്കുന്നത് പോലെ മന്ദഗതിയിലാണ് ഇവനിൽ ജ്ഞാനം ഏറുന്നത്. എന്നാൽ ആദ്യത്തെ തരക്കാരനെ അപേക്ഷിച്ച് കൊള്ളാം, ബെറ്ററാണ്. ഗുരുവിന്റെ ഉപദേശമൊഴികളാൽ അവന് ലോകഭോഗങ്ങളിൽ സമ്പൂർണ്ണ വിരക്തി സംജാതമാകും എന്നീ കാരണത്താൽ വസിക്കുന്ന ഗൃഹത്തിൽ അവൻ താമരയിലയിലെ ജലഗണം പോലെ നിസ്സംഗനായി കഴിയും എന്നാണ്. അയാൾ വീട് വിട്ടോടില്ല, കാരണം വീട് വിടാൻ പറ്റുന്നില്ല അയാൾക്ക്. ആചാര്യന്റെ അടുത്ത് വരുന്നു, ഇടയ്ക്കിടയ്ക്കൊക്കെ ആചാര്യന്റെ അടുത്ത് വരും, മനസ്സിൽ തോന്നുന്ന സംശയങ്ങൾ ചോദിക്കും. പക്ഷേ ഉള്ളില് നിസ്സംഗത നാൾക്കുനാൾ വർദ്ധിച്ചു വരികയും ചെയ്യും. ഇതാണ് ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് പാകത നേടുക എന്ന് പറയുന്നത്. സമ്പൂർണ്ണ വിരക്തി സംജാതമാകും എന്നീ കാരണത്താൽ വസിക്കുന്ന ഗൃഹത്തിൽ അവൻ താമരയിലയിലെ ജലഗണം പോലെ. ഗൃഹത്തിൽ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലും അയാൾ താമരയിലയിലെ ജലഗണം പോലെയാണ് കഴിച്ചുകൂട്ടുന്നത്. ജലഗണം പോലെ നിസ്സംഗനായി കഴിയും. ദേഹാദി പ്രപഞ്ചം കാനൽ ജലം പോലെ പ്രതീതി മാത്രമാണെന്ന് തോന്നലുണ്ടായി. കുറേയൊക്കെ ഈ തത്വവിചാരം ചെയ്യുമ്പോൾ, മനസ്സ് നിസ്സംഗമാകുമ്പോൾ, ഈ പ്രപഞ്ചം മിഥ്യയാണ് എന്ന് പറയുന്നത് പതുക്കെ പതുക്കെ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങും. നമ്മൾ പോലും അറിയാതെ. എങ്ങനെ നമ്മൾ പോലും അറിയാതെ ചുമ്മാതെ ഇരിക്കുമ്പോൾ പ്രപഞ്ചം മിഥ്യയാണ് എന്നല്ലേ വേദാന്ത ശാസ്ത്രം പറയുന്നത്, ആചാര്യന്മാർ പറയുന്നത്? മിഥ്യയല്ലേ എന്ന് തോന്നാൻ തുടങ്ങും. നേരത്തെ മിഥ്യയല്ല, സത്യമാണ് എന്ന് ശഠിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പോ അങ്ങനെയല്ലല്ലോ, ഇതൊരു മായയാണല്ലോ, ഭ്രമമാണല്ലോ. നമ്മുടെ ഇത്രയും വർഷത്തെ ജീവിതത്തെ വിശകലനത്തിന് വിധേയമാക്കിയാൽ എന്താ മനസ്സിലാവുന്നത്? ഒക്കെ ഒരു സ്വപ്നം പോലെ, അല്ലാതെ വേറെന്താ? വെറും സ്വപ്നതുല്യം. അപ്പൊ ഇതൊരു മായയാണ് എന്ന് പതുക്കെ പതുക്കെ ബുദ്ധിക്ക് ബോധ്യപ്പെടാൻ തുടങ്ങും. ദേഹാദി പ്രപഞ്ചം കാനൽ ജലം പോലെ പ്രതീതി മാത്രമാണെന്ന് തോന്നലുണ്ടായി അവയിൽ നിന്ന് വേർപെട്ട് നിൽക്കുവാൻ അവന് കഴിവുണ്ടാവുകയും ചെയ്യും. പിന്നെ പണ്ടത്തെ പോലെ മോഹിതനായി തീരില്ല. അടുത്ത പദ്യത്തിലേക്ക് കടക്കാം. കുറച്ചുകൂടെ ഉയർന്ന തലത്തിലുള്ള ശിഷ്യനെ സാധകനെ കുറിച്ചാണ് ഈ പദ്യത്തിൽ പറയുന്നത്. മരപ്പാവൈ പോൽ ഉടമ്പിൻ വാദനയെ മാറ്റി കരുത്തി കവർവതുവാം കാമിത്ത് ഇരുந்த മனை പൊതുവിൻ മണ്ഡപമാം വാനോർകൾ വാഴ്വും കനവെനവേ തോന്നിടും കാൺ. മൂന്നാമത്തെ വിഭാഗത്തെയാണ് പറയുന്നത്. മരപ്പാവൈ പോൽ ഉടമ്പിൻ വാദനയെ മാറ്റി. വാദനൈ എന്ന് പറഞ്ഞാൽ വാസന.
ദേഹവാസനയെ അയാൾ കുറച്ച് കുറച്ചായിട്ട് ഉള്ളിൽ നിന്ന് കളയും. ഞാൻ ദേഹമല്ല, എനിക്കും ഈ ദേഹത്തിനും യാതൊരു ബന്ധവുമില്ല, ഇത് സൃഷ്ടിയുടെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്. ഏത്? ഈ പഞ്ചഭൂതാത്മകമായ ശരീരം. ഇത് വരും പോവും, പക്ഷേ ഇതിൻ്റെ വരവിനും പോക്കിനും അനുസരിച്ചല്ല എൻ്റെ വരവും പോക്കും. ഞാൻ വരുന്നുമില്ല, പോകുന്നുമില്ല, ഞാൻ എന്നും നിലനിൽക്കുന്നവനാണ് എന്നൊക്കെ ഉള്ളിൽ തോന്നിത്തുടങ്ങും. ദൃഢമായി തീരും അത്തരം ഭാവനകൾ. ഉടമ്പിൻ വാദനയെ മാറ്റി ശരീരം താനാണ്, അല്ലെങ്കിൽ ഈ ശരീരവുമായി ബന്ധപ്പെട്ട് മറ്റു പലരും ഉണ്ട് എന്നുള്ള വിചാരമൊക്കെ ഉള്ളിൽ നിന്ന് പോകും. ഏതുപോലെ? കരിത്തീ കവർവതുവാം കാമിത്ത് ഇരുந்த മനൈ. കരി തീ കവർവത് ആം. കരി എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ കരി തന്നെ. പണ്ട് ഈ കരിയടുപ്പുണ്ടായിരുന്നു. കരിക്കട്ടകൾ വാങ്ങിച്ച് അഗ്നി വെച്ചിട്ട് ഊതി നല്ല ചൂടാണ്. ആഹാരമൊക്കെ പെട്ടെന്ന് പാകം ചെയ്യാൻ പറ്റും. കനലിൻ്റെ ചൂട്. നമ്മൾ സാധാരണ പറയുന്നത് എന്താ? കണ്ണിമാങ്ങ കരിങ്ങാളൻ, കനലിൽ ചുട്ട പപ്പടം, കാച്ചിയ മോരുമുണ്ടെങ്കിൽ കാണാം ഊണിൻ്റെ വൈഭവം. എന്താ? കണ്ണിമാങ്ങ. ഒരു 100,000 കറികളും അച്ചാറൊന്നും വേണ്ടെന്നാണ് പറയുന്നത്. ചോറിറങ്ങണമെങ്കിൽ, നല്ലപോലെ ഭക്ഷണം കഴിക്കണമെങ്കിൽ, രുചികരമായി തോന്നണമെങ്കിൽ കണ്ണിമാങ്ങ. കരിങ്ങാളൻ, കാളൻ ഒരു തരത്തിലുള്ള, എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അറിയാമോ എന്താ കരിങ്ങാളൻ? എരിശ്ശേരിയോ? എന്നാൽ അതുപോലെ ആ ഒരു കറി. പിന്നെ കനലിൽ ചുട്ട പപ്പടം, അതൊരു പ്രത്യേക സ്വാദാണ് എന്നാണ് അതിന്. കനലിൽ ചുട്ട പപ്പടം അതെങ്ങനെയാ? പണ്ടത്തെ ദോശക്കല്ലിൽ നമ്മൾ ചുടുന്ന ദോശയും ഇപ്പോഴത്തെ മറ്റേ കോട്ടിംഗ് ഉണ്ടല്ലോ, എന്താണ്, നോൺ സ്റ്റിക്ക് ദോശയുടെ രുചിയിൽ വ്യത്യാസമില്ലേ? വ്യത്യാസമില്ലെങ്കിൽ ശരിക്കുള്ള ഇരുമ്പ് കൊണ്ടുള്ള ദോശക്കല്ലിൽ ദോശ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ, അപ്പോൾ വ്യത്യാസം അറിയാം. ഇത് നമ്മൾ ആദ്യമേ കാണുന്നത് നോൺ സ്റ്റിക്കിൽ ദോശ ചുട്ടാണ്. ആ ദോശ ഉണ്ടുകൊണ്ടാണ് കഴിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്ക് അതുപോലെ പുട്ടുണ്ടാക്കുന്നത് മുളംകുഴലിൽ, ചിരട്ടപ്പുട്ടെന്ന് പറഞ്ഞിട്ട് വേറൊരു സാധനമുണ്ട്. ഇതൊക്കെ അവയുടെയൊക്കെ പങ്ക് നമ്മുടെ അലുമിനിയം കൊണ്ട് സ്റ്റീൽ കൊണ്ടുമുള്ള പുട്ടുകുറ്റികൾ കീഴടക്കി കഴിഞ്ഞു. ഇപ്പോൾ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവൻ എന്ത് വിളമ്പുന്നോ അത് പുട്ട്. അവൻ കടല പകുതിയെ വേവിക്കത്തുള്ളൂ എങ്കിൽ പുട്ടും കടലയും എന്ന് പറഞ്ഞാൽ മിക്കവാറും പകുതിയും കാല് വേവൊക്കെ ഉണ്ടാകത്തുള്ളൂ. അത് തിന്നിട്ട് പൈസയും കൊടുത്ത് ഇറങ്ങിപ്പൊയ്ക്കൊള്ളണം. വീട്ടിലാണെങ്കിൽ ഭാര്യയുടെ അടുത്ത് കയർക്കാം, ഹോട്ടലിലെടുത്ത് അവൻ്റെ അടുത്ത് കയർക്കാൻ പറ്റുമോ? തനിക്ക് വേണമെങ്കിൽ തിന്ന്, ഇല്ലെങ്കിൽ കളഞ്ഞിട്ട് പോകും, പക്ഷെ പൈസ വെച്ചിട്ട് പോകണമെന്ന് പറയും. ഇതല്ലേ നമ്മളൊക്കെ ഈ തിണ്ണമെടുക്ക്, ധൈര്യം, പൗരുഷം കാണിക്കുന്നത് ഭാര്യമാരോടാണല്ലോ. കാരണം പാവം നമ്മളെ ആശ്രയിച്ച് വന്നതാണ്. എന്ത് പറഞ്ഞാലും കേട്ടോണ്ടിരിക്കും. അപ്പം ഒരു കണക്കിൽ മുതലാക്കുകയാണ്, അവരുടെ നിസ്സഹായതയെ നമ്മൾ മുതലാക്കുകയാണ്. അപ്പം ഈ കരി തീ കവർവത് പോൽ, കരി എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് കൽക്കരി എന്നെടുക്കാം, അല്ലെങ്കിൽ കരിക്കട്ട. അതിന് കനൽ വേറെ അഗ്നി പേപ്പറോ എന്തെങ്കിലും കത്തിച്ചിട്ട് സ്വല്പനേരം ഒന്ന് ഊതിക്കഴിഞ്ഞാൽ ജ്വലിക്കും. നല്ല ചൂടുണ്ടാവും, വെള്ളമൊക്കെ പെട്ടെന്ന് തിളങ്ങും. അപ്പം ആ കരിയെ അഗ്നി ഗ്രഹിക്കുന്നത് പോലെ, കവർവത് പോൽ എന്ന് പറഞ്ഞാൽ അതിനെ അഗ്നി, അത് ജ്വാല തന്നെ നമുക്ക് കാണാൻ പറ്റും. ആ കരിയിൽ നിന്നും അഗ്നി ജ്വാലകൾ ഉയരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതാണ് കരുത്തി കവർവതുവാം കാമിത്ത് ഇരുந்த മനൈ. മനൈ എന്ന് പറഞ്ഞാൽ വീട്, ഗൃഹം. നമ്പൂതിരി ഗൃഹങ്ങളെയാണ് നമ്മൾ മന എന്നിപ്പോൾ പറയുന്നത്. പണ്ട് എല്ലാ വീടുകളും മനയാണ്. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, അവിടെ ഒരു ഗൃഹിണി ഉണ്ടാവണം, ഒരു സ്ത്രീ ഉണ്ടാവണം. എന്നാലേ അത് മനയാവും. അല്ലെന്നുണ്ടെങ്കിൽ വീട് എന്നുള്ള വാക്ക് തന്നെ എങ്ങനെയാ വന്നത്? അവസാനം വിടുന്നത് വീട്, അല്ലെങ്കിൽ വിടേണ്ടത് വീട് എന്നും വീട്ടിനെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കരുത് എന്നർത്ഥം. ആ വാക്കിൽ തന്നെ ഉണ്ട് വിടേണ്ടത് വീട് എന്ന്. മനയിൽ ഉള്ളവൾ മനൈവി, ഭാര്യ. മനൈ എന്ന് പറഞ്ഞാൽ മന, മലയാളത്തിലെ മന വീട്, ഗൃഹം. മനയാൾ, മനൈവി, ഗൃഹിണി എന്നർത്ഥം. വീട്ടിന്റെ അധിപതി ആര് എന്ന് ചോദിച്ചാൽ അവിടുത്തെ സ്ത്രീയാണ്, ആ ഗൃഹനാഥന്റെ പത്നിയാണ്. പത്നി ഇല്ലെങ്കിൽ അമ്മ, അല്ലെങ്കിൽ സഹോദരി. ഒരു സ്ത്രീ ഉണ്ടാവണം. നഗൃഹം ഗൃഹമിത്യാഹു ഗൃഹിണീ ഗൃഹമുച്യത്തെ. ഇതാണ് പ്രമാണം. വീടിനെ അല്ല വീട് എന്ന് പറയുന്നത്, വീട്ടുകാരിയെയാണ് വീടെന്ന് പറയുന്നത്. കാരണം വീട്ടുകാരി ഇല്ലാത്ത വീടല്ല. ബാച്ചിലേഴ്സ് താമസിക്കുന്ന മുറിയിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും താറുമാറായി, അലങ്കോലമായി, തൂക്കത്തും ഇല്ല, തുടക്കത്തും ഇല്ല. എല്ലാം പാത്രമൊക്കെ പകുതി, കറിയൊക്കെ, ഇന്നലത്തെ കറിയൊക്കെ അതുപോലെ തുറന്നു വെച്ചിട്ടുണ്ടാവും. പൂച്ച അത് വന്ന് തിന്നോണ്ടിരിക്കും. വെറും വൃത്തികേട്. അടുക്കള കണ്ടു കഴിഞ്ഞാൽ പട്ടി പോലും വെള്ളം കുടിക്കില്ല. ഇതാണല്ലോ ബാച്ചിലേഴ്സിന്റെ ഹോസ്റ്റൽ, അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് താമസിക്കുന്ന വീട്. അതേസമയം അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. നല്ലപോലെ തൂത്ത് വെടിപ്പാക്കി ആ സ്ത്രീയുള്ള വീട്, ഗൃഹിണിയുള്ള വീട് കണ്ടറിയാം. ഗൃഹിണി ഇല്ലാത്ത വീടും കണ്ടറിയാം. എന്തറിയാൻ പറ്റും?
ഇപ്പൊ ഭാര്യ തന്നെ ഇപ്പൊ പ്രസവത്തിനോ മറ്റോ സ്വന്തം വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പൊ ആ വീട്ടിലോട്ട് കയറി ചെല്ലണം. അഴിച്ചിട്ട മുണ്ടും അണ്ടർവെയറും വരെ അവിടെ കിടക്കും. അതൊന്നും എടുത്ത് നനയ്ക്കാൻ പോലും അയാൾക്ക് സമയമില്ല. കാരണം ആ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഭാര്യയായിരുന്നു. അപ്പോൾ ഗൃഹത്തെ അല്ല ഗൃഹം എന്ന് പറയുന്നത്, ഗൃഹിണിയെയാണ് ഗൃഹം എന്ന് പറയുന്നത്. കാമിത്തിരുந்த മனை പൊതുവിൻ മണ്ഡപമാം. താൻ ഇത്രയും സ്നേഹത്തോടുകൂടി ഭാര്യയോടുകൂടി വസിച്ചിരുന്ന വീട് ഈ ഉള്ളിൽ നിസ്സംഗത വിരക്തി വരുമ്പോൾ വഴിയമ്പലം പോലെ തോന്നും, സത്രം പോലെ തോന്നും. എന്ന് പറഞ്ഞാൽ എന്താ? സത്രം എൻ്റെതാണോ? ഞാനൊരു സത്രത്തിനകത്ത് പോണ വഴിക്ക് നമ്മൾ തങ്ങുന്നതാണല്ലോ ഹോട്ടൽ അഥവാ സത്രം. ഇപ്പോഴും പിന്നെ സത്രമൊന്നുമില്ല, ഹോട്ടലാണെന്ന് വെച്ചോളൂ. ഈ ഹോട്ടലിൽ നമ്മൾ താമസിക്കുമ്പോൾ ഈ മുറിയുടെ പെയിന്റിന്റെ കളർ പോരാ, വേറൊരു കളർ അടിക്കണമെന്ന് തോന്നുമോ? തൻ്റെതല്ലല്ലോ അത് തൻ്റെതല്ല. അതേസമയം സ്വന്തം വീട്ടിലേക്ക് വന്നാൽ വേറൊരു കളർ പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ തറയൊക്കെ ഒന്ന് ടൈൽസ് ഇടണം എന്നൊക്കെ തോന്നും. എന്താ? മമത. ഒരു ഹോട്ടൽ മുറിയിലോ അല്ലെങ്കിൽ സത്രത്തിലോ താമസിക്കുന്നത് പോലെ തന്നെയാണ് സ്വന്തം വീട്ടിൽ. അവിടെയും 4 ചുവരുണ്ട്, ഇവിടെയും 4 ചുവരുണ്ട്, അവിടെയും തറയുണ്ട്, മേൽക്കൂരയുണ്ട്, ഇവിടെയുണ്ട്. പക്ഷെ ഒരു വലിയ വ്യത്യാസമുണ്ട്. ഹോട്ടൽ മുറി എൻ്റെതല്ല, ഞാൻ ഇന്ന് വരും നാളെ പോകും, അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞ് അത് ഒഴിഞ്ഞു പോകും. വീട് എൻ്റെതാണ്, ഞാൻ പെർമനന്റ് ആയിട്ട് അവിടെ ഇരിക്കുമെന്നാണ് ഈ പാവം കരുതുന്നത്. അതും സത്രമാണ്. അത് സത്രമാണ് എന്നുള്ള സത്യം ഈ പക്വതയുള്ളവൻ മനസ്സിലാക്കുന്ന. ഗൃഹേഷു അതിഥിവത് വസേത്. ഭാഗവതത്തിന്റെ ഉപദേശമാണ്. നിങ്ങളുടെ പേരിലായിരിക്കാം കരമടയ്ക്കുന്നത്, നിങ്ങളുടെ പേരിൽ തന്നെയായിരിക്കാം കരം തീർത്ത രസീതൊക്കെ നിങ്ങളുടെ പേരിൽ തന്നെയായിരിക്കും വരുന്നത്, ഒക്കെ ശരി തന്നെ. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒരു അതിഥിയെ പോലെ വസിക്കണം, വിരുന്നുകാരനെ പോലെ താമസിക്കണം എന്നാണ്. അല്ലെ, പേരുണ്ടല്ലോ. ഇതിനു മുമ്പ് അച്ഛന്റെ പേരിലായിരുന്നല്ലോ. അദ്ദേഹം എവിടെ? അദ്ദേഹം എൻ്റേത് പറഞ്ഞാണല്ലോ താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ പേരിലായിരുന്നല്ലോ അന്ന് കരമടച്ചിരുന്നത്. അപ്പൊ അദ്ദേഹം പോയി, അടുത്ത അവകാശി ഞാനായി. ഇപ്പൊ ഞാൻ എൻ്റേതെന്ന് പറയുന്നു. നാളെ എൻ്റെ മകനോ മകളോ പറയും അത് അവരുടെ പേരിൽ, ഇത് എൻ്റേന്ന്. ഇങ്ങനെ എത്ര ഞാനുകൾ കടന്നുപോയി, ആർക്കറിയാം? എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമോ? അതുകൊണ്ടെന്താ, ഞാൻ എൻ്റേന്നുള്ള ഭാവം വേണ്ട ഒന്നിലും. അപ്പൊ പിന്നെ ആരുടെയാണെന്ന് വിചാരിക്കണം? ഭഗവാന്റെ ആണെന്ന് വിചാരിച്ചോളൂ. ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരന്റെയാണ്. ഈശ്വരൻ സൃഷ്ടിച്ച പ്രപഞ്ചത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ സൂര്യചന്ദ്രാദി ഗ്രഹങ്ങളെയോ നക്ഷത്രങ്ങളെയോ മല, പർവ്വതം, നദി തുടങ്ങിയവയൊന്നും നമ്മൾ ഉണ്ടാക്കിയതല്ല, നമ്മുടെ അപ്പൂപ്പന്മാരുണ്ടാക്കിയതുമല്ല. ഇതൊക്കെ ഉള്ള പ്രപഞ്ചത്തിലാണ് അവര് വന്ന് ജനിച്ചതും വിട്ടുപോയതും. ആ ഈശ്വര സൃഷ്ടമായ കല്ലും മണ്ണും ഒക്കെ കൊണ്ടുണ്ടാക്കിയതല്ലേ നമ്മുടെ വീട്. സിമെന്റ് മനുഷ്യനുണ്ടാക്കിയതാണ്. പക്ഷെ അതിനുള്ള അസംസ്കൃത വസ്തു എന്താണ്? പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്. മനുഷ്യൻ നിർമ്മിച്ചു എന്ന് പറയുന്നതൊക്കെ പ്രകൃതിയിലുള്ളതിനെ കൂട്ടിച്ചേർത്ത് വേറെ ഓരോ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കുന്നു. പണ്ട് കാലത്ത് ടൈൽസ് ഇല്ല, ഇപ്പൊ ടൈൽസ് ഉണ്ട്. പണ്ട് സിമെന്റ് ഇല്ലായിരുന്നു, കളിമണ്ണ് അല്ലെങ്കിൽ ചെളി മെഴുകിയ തറയാണ്. അപ്പോ പ്രപഞ്ചം നമ്മുടെ അല്ല, പ്രപഞ്ചത്തിൽ ഉള്ള വസ്തുക്കളെ വെച്ചാണ് നമ്മുടെ വീടും കൊട്ടാരവും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ആ വസ്തുക്കൾ തന്നെ നമ്മുടെ അല്ലെങ്കിൽ ആ വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച ഗൃഹം എങ്ങനെ നമ്മുടെ ആവും? അത് വെറും ഒരു പ്രത്യയം. എന്റേന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ആ തോന്നലിനെ എടുത്ത് കളയൂന്നാണ്. ഇത് എന്റെ അല്ല, ഇതെന്നല്ല, ഒന്നും എന്റെ അല്ല. ഈ ശരീരം പോലും എന്റെ അല്ല. എന്തുകൊണ്ടാ? മരണത്തിൽ ഇതിനെ ഉപേക്ഷിച്ചിട്ടാണല്ലോ പോകുന്നത്. അപ്പൊ എന്താണ് ഇവിടെ എന്റെ ആയിട്ടുള്ളത്? ഒന്നുമില്ല. അങ്ങനെ സത്യം സാക്ഷാത്കരിച്ചാലോ എല്ലാം നിങ്ങളുടേതായിത്തീരും. ഒന്നും എൻ്റെ അല്ല എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളഞ്ഞിട്ട് അവസാനം ആ ഈശ്വര ഭാവത്തിലേക്ക് വരുമ്പോൾ ഈശ്വരന്റെ അല്ലേ ഇതെല്ലാം? അപ്പൊ എല്ലാം എൻ്റെ തന്നെ. ചെറിയ പരിമിതമായതിൻ്റെ അല്ലെങ്കിൽ വിരലിലെണ്ണാവുന്നതിൻ്റെ ഉടമസ്ഥന്മാരായി കഴിയണോ നാം, അല്ലെങ്കിൽ എല്ലാറ്റിൻ്റെയും ഉടമസ്ഥനാകണോ? ഇത് ആലോചിച്ചോളൂ. സന്യസിക്കുന്നത്, ത്യജിക്കുന്നത് മഹത്തായ ഒന്നിനെ കിട്ടാനാണ്. അത് ബുദ്ധിയുടെ ലക്ഷണമാണ്. 100 രൂപ മുടക്കി 1000 രൂപ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതാണല്ലോ കച്ചവടം. അത് ബുദ്ധിയുടെ ലക്ഷണമല്ലേ? ആ സാമർഥ്യം ഇല്ലാത്തവന് കച്ചവടം കൊണ്ടു നടക്കാൻ പറ്റുമോ? അപ്പൊ അല്പമായതിനെയാണ് വേദാന്തം ത്യജിക്കാൻ പറയുന്നത്. അപ്പോ സ്വന്തം വീട് പൊതുവിൻ മണ്ഡപമാം. പൊതുവായ ഒരു കല്യാണ മണ്ഡപമോ സത്രമോ വഴിയമ്പലമോ ആയിട്ട് തോന്നും. എന്ന് പറഞ്ഞാൽ ഇതിനും എനിക്കും യാതൊരു ബന്ധവുമില്ല, ഇതെൻ്റെ അല്ല, ഞാൻ തൽക്കാലം ഇവിടെ വന്നുകൂടി കഴിയുന്നു, സത്രത്തിൽ കഴിയുന്നത് പോലെ കഴിയുന്നു എന്നൊരു ഭാവം ഉള്ളിലുണ്ടാവും. പൊതുവിൻ മണ്ഡപമാം വാനോർകൾ വാഴ്വും കനവനവേ തോன்றிടും. ദേവന്മാരുടെ ജീവിതം, സ്വർഗജീവിതമുണ്ടല്ലോ, അതും സ്വപ്നതുല്യമായി തോന്നും. എനിക്ക് അതും വേണ്ടാന്ന് തോന്നും. നിസ്സംഗത, വിരക്തി, ത്യാഗബുദ്ധി, ഒന്നും വേണ്ട. ഇപ്പൊ സ്വർഗത്ത് പോകണം. ദേവേന്ദ്രൻ വിമാനം അയച്ചിട്ടുണ്ട്.
ഞാൻ വരുന്നില്ല. പോ. അവിടെയും അടിയുണ്ടല്ലോ, അസുരന്മാർ കൂടെ കൂടെ ആക്രമിക്കാറുണ്ടല്ലോ, ദേവസ്ത്രീകളെയൊക്കെ പിടിച്ചോണ്ട് പോകാറില്ലേ? ഓ ഉണ്ട്, ഞാനില്ല. ഇവിടെയും അതൊക്കെ ഇവിടെയുണ്ട്. അവിടെ വിശേഷിച്ചെന്താ? കൽപ്പവൃക്ഷം, കാമധേനു, അപ്സരസ്സുകൾ ഒക്കെ ഉണ്ടാവാം. പക്ഷെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഒരുപോലെ തന്നെയാണ്. അവിടെയും തമ്മിത്തല്ലുണ്ട്, കുശുമ്പുണ്ട്, അന്യന്റെ ഭാര്യയെ ആഗ്രഹിക്കുക, പരപുരുഷനിൽ രതി, എല്ലാം ഉണ്ട്. പിന്നെ അത് ഊർധ്വലോകം, ഇത് അധോലോകം. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ വാനോറുകൾ വാഴ്വും കനവനവേ തോന്നിടും, സ്വർഗജീവിതം പോലും സ്വപ്ന തുല്യമായി തോന്നും. അറിഞ്ഞോളൂ, മനസ്സിലാക്കിക്കോളൂ. അതിന്റെ മലയാളം വ്യാഖ്യാനം കൂടെ വായിച്ചിട്ട് നമുക്ക് ഇന്നത്തേക്ക് അവസാനിപ്പിക്കാം. തീവ്രപക്വനെ അരുൾ രൂപമാക്കി എടുക്കാൻ ഗുരു ചെയ്യുന്ന യത്നം മരം കൊണ്ട് പാവയുണ്ടാക്കുന്ന യത്നം പോലെ സുഖകരമാണ്. മരപ്പാവ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ്. കല്ലുകൊണ്ട് ശില്പം ഉണ്ടാക്കുന്നത് പോലെയല്ല. മരം സോഫ്റ്റ് ആണല്ലോ. അല്പം ഒരു പ്രയത്നം കൊടുത്തു കഴിഞ്ഞാൽ മരം കല്ലിനേക്കാളും സോഫ്റ്റാണ്. അപ്പോൾ അതിനെ രൂപപ്പെടുത്തിയെടുക്കാൻ വളരെ എളുപ്പമുണ്ട്. ആശാരിക്ക് വളരെ എളുപ്പമാണ്. ശില്പിക്ക് അങ്ങനെയല്ല. അല്പം ബലം കൂടുതലായി കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. ഇവിടെ അങ്ങനെയുള്ള പ്രശ്നം വരുന്നില്ല മരത്തിൽ. അതുകൊണ്ടാണ് തീവ്രപക്വനെ അരുൾ രൂപമാക്കിയെടുക്കാൻ ഗുരു ചെയ്യുന്ന യത്നം മരം കൊണ്ട് പാവയുണ്ടാക്കുന്ന യത്നം പോലെ സുഖകരമാണ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ശ്രമിച്ചാൽ മതി. അയാൾക്ക് ജ്ഞാനമേറുന്നത് ചിരട്ടക്കരിയിൽ തീയേറ്റുന്നത് പോലെ ശീഘ്രമായും ലളിതമായുമാകുന്നു. കരിയിൽ ജ്വാലയുണ്ടാക്കുന്നത് തീ വെച്ചിട്ട് അല്പം ഊതിയാൽ മതി. അതുപോലെ ഈ കരിക്കട്ട ബുദ്ധിയുള്ള ശിഷ്യന് അയാളുടെ ഉള്ളിൽ ജ്ഞാനം ജ്വലിപ്പിക്കുന്നത് താരതമ്യേന എളുപ്പമാണ് എന്നാണ്. അവൻ മുൻപ് വളരെ പ്രേമിച്ചിരുന്ന ഗൃഹം, ആര്? ഈ പക്വതയുള്ള സാധകൻ. അവൻ മുൻപ് വളരെ പ്രേമിച്ചിരുന്ന ഗൃഹം അപ്പോൾ പലർക്കും ഉപയോഗിക്കാവുന്ന സത്രം എന്ന പോലെയേ അവന് തോന്നുകയുള്ളൂ. മമത പോയി എന്നർത്ഥം. എൻ്റെ അല്ല, ഗൃഹാദികളിലുള്ള മമതയും ആസക്തിയും നശിച്ചു പോയിരിക്കുകയാലാണ് ആ മനസ്ഥിതി അവന് അപ്പോൾ ഉണ്ടാകുന്നത്. ലോകവാഴ്ചയിൽ എന്ന് മാത്രമല്ല, സ്വർഗവാഴ്ചയിലും പരമാർത്ഥത്വം ഇല്ലെന്ന കാരണത്താൽ അവയും അവന് സ്വപ്ന സദൃശമായേ തോന്നുകയുമുള്ളൂ. ഈ ലോകമല്ല, സ്വർഗലോകം പോലും അദ്ദേഹത്തിന് വെറും സ്വപ്നതുല്യം, കഴമ്പില്ല, നശ്വരം, കുറച്ചു കാലത്തിനുള്ളിൽ ഇല്ലാതാവുന്നത്. എല്ലാ സുഖത്തിനും ഒരവസാനമുണ്ട് എന്ന് മനസ്സിലാക്കി നിസ്സംഗമായി തീരും ശിഷ്യന്റെ മനസ്സ്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.